നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അള്ളാഹുമായുള്ള അടുപ്പത്തിൽ നിന്ന് ലോകം പൊതുവെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അള്ളാഹു തന്നെ എന്തിനെന്ന് ചിന്തിക്കുകയും ചോദിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് പെരുകുന്നൊരു കാലം. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ യുക്തിവാദികളാണെന്നും മറ്റ് പല പേരുകളും പറഞ്ഞുകൊണ്ട് സൃഷ്ടാവായ പടച്ച തമ്പുരാനായി പ്രപഞ്ചത്തിൻ്റെ സംവിധായകനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ പോലും തള്ളിപ്പറയാനും ചോദ്യം ചെയ്യാനും മടിയില്ലാത്ത ജനങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. എന്നിരിക്കെ അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പിന്നെ പറയുകയും വേണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അള്ളാഹു തന്നെ വേണ്ടാത്തവർക്ക് പിന്നെ എന്താ അള്ളാഹുടെ ഔലിയയാണല്ലേ. അങ്ങനെ സ്വാഭാവികമായും ഇന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പോലും ഇന്ന് അനാദരിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും അവമതിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അന്തി ഉറങ്ങുന്നു. അവരുടെ ഓർമ്മകൾ നമ്മുടെ നാടുകളിൽ നമ്മൾ നിലനിർത്താൻ ശ്രമിച്ചു പോരുന്നു. ധാരാളക്കണക്കിന് ആളുകൾ, ജനലക്ഷങ്ങൾ അവരെ ബഹുമാനിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എവിടെയും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പരിഗണിക്കപ്പെടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. തീർച്ചയായും പരിഗണിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ തന്നെ എന്തിനാണ് ഇവരൊക്കെ, ഇതൊന്നും ഇല്ലെങ്കിൽ അള്ള പോരെ എന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്താണെന്നും എന്തിനാണെന്നുമൊക്കെ നമ്മളൊന്നൊരൽപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുകയും പിരിയുകയും ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളതിനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തെന്നാൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് അവർ നമുക്ക് വേണ്ടിയുള്ളവരാണ്. അഥവാ നാം നമ്മുടെ ഈ ലോകത്ത് നിലനിൽക്കുന്നതിൻ്റെയും ജീവിക്കുന്നതിൻ്റെയും ഗ്യാരണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദ്യമൊക്കെ ഒന്ന് ശരിയാക്കി. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ അറിയേണ്ട ഒരു സംഗതി, അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കുകളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഔലിയാക്കന്മാർ നമ്മൾ മിടുക്കന്മാരാണെന്ന് പറയപ്പെടുന്ന അല്ല അവകാശപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഗ്യാരണ്ടിയാണവർ. അഥവാ അവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ ഈ ലോകത്തില്ലാത്ത ഒരു ലോകം, അങ്ങനെ ഒരു ലോകത്ത് ഈ നമുക്ക് ജീവിക്കാനാകുമോ എന്ന ആലോചനയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൂല ആലോചനയായി നിലനിൽക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരില്ലെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കുമോ? ഇല്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഈ ലോകം നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുള്ളത് കൊണ്ടാണ്. അവർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ തന്നെ അള്ളാഹു താല നിലനിർത്തിയത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അള്ളാഹു താല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ചർച്ച, സ്വർഗലോകത്ത് വെച്ച് ആകാശലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ദർബാറിൽ വെച്ച് മലക്കുകളുമായി നടന്ന ഒരു ചർച്ച പരിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യപൂർവം സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് തന്നെ തുടങ്ങുകയും ആ ചർച്ചയെ ഖുർആന്റെ പല ഭാഗത്തേക്കും അല്ലാഹു തആല നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അള്ളാഹു മനുഷ്യരെ ഈ ലോകത്തേക്ക് പടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു തൻ്റെ ദർബാറിലെ തനിക്ക് ഏറ്റവും പ്രിയങ്കരായ മലക്കുകളോട് അള്ളാഹു അഭിപ്രായമാരാഞ്ഞുവത്രേ. അള്ളാഹു ഒരു അഭിപ്രായം ചോദിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ അടുപ്പക്കാരായ മലക്കുകളോട് അള്ളാഹു ഒരു അഭിപ്രായം ചോദിച്ചു. എന്താണ് അഭിപ്രായം? ഖുർആൻ തന്നെ പറയട്ടെ.
ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നബിയെ ഓർക്കണം, ഓർമ്മിപ്പിക്കണം ഈ സമൂഹത്തെ. മലക്കുകളോട് അല്ലാഹു എന്താ പറഞ്ഞത്? അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളെ, ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോവുക. എൻ്റെ ഖലീഫമാരെ, എൻ്റെ അംബാസഡർമാരെ ഈ ലോകത്തേക്ക് ഞാൻ പടയ്ക്കാൻ തീരുമാനിക്കുന്നു, ഞാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അവരോട് ഒരഭിപ്രായം ആരാഞ്ഞു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ ഭൂമിയിൽ എൻ്റെ പ്രതിനിധികളായി ഞാൻ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, അഥവാ മനുഷ്യരെ. എന്തു പറയുന്നു എന്ന് അല്ലാഹു തആല മലക്കുകളോട് ചോദിച്ചു എന്ന് ഖുർആൻ പറയുകയാ. മലക്കുകൾ അള്ളാഹുവിൻ്റെ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മലക്കുകൾ നടത്തിയ പ്രതികരണം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഖാലു, അവർ ചോദിച്ചു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഈ ലോകത്ത് പടച്ചവനെ, നീ രക്തം ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, അപകടകാരികളായ ഒരു ജനത്തെ, ഒരു സമൂഹത്തിന് ജന്മം നൽകാൻ നീ തീരുമാനിച്ചുവോ? എന്തിനത് എന്ന് അല്ലാഹുവിനോട് മലക്കുകൾ ചോദിച്ചു അത്രേ. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ആളുകൾ കുഴപ്പക്കാരാണ്, രക്തം ചിന്തുന്നവരാണ്, അതുപോലെ തന്നെ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. ഈ ഭൂമിയിൽ വരാൻ പോകുന്ന ഈ മനുഷ്യർ എന്ന് പറയുന്ന ജനം എന്ന് തീർച്ചയായിട്ടും മലക്കുകൾക്ക് എന്തോ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പും ഡിസ്കഷനുകൾ നടന്നിട്ടുണ്ടാവും. അവരുടെ പ്രകൃതത്തെക്കുറിച്ച് ഒക്കെ മലക്കുകളും അള്ളാഹുവും തമ്മിൽ ചർച്ച വേറെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ചർച്ചയാണ് അല്ലാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. അവരുടെ റിപ്ലൈ എന്താ അവർ പറഞ്ഞത്? അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, ലോകത്ത് കലാപമുണ്ടാക്കാൻ ഒരു സമൂഹം വേണോ? ചോര ചിന്താൻ ഒരു ജനം വേണോ? ചോദ്യം ശരിയാ അല്ലേ? ചോര ചിന്തലും കലാപം ഉണ്ടാക്കലും നമ്മുടെ പണിയല്ലേ? നമ്മൾ എത്രമാത്രമാണ് ലോകത്ത് ചോര ചിന്തിയത്, കലാപം ഉണ്ടാക്കിയത്? 2 ലോക മഹായുദ്ധങ്ങൾ കൊണ്ട് 10 കോടി ജനത്തെ നമ്മൾ തന്നെ കൊന്നു. 2 ലോക മഹായുദ്ധങ്ങൾ ലോകത്ത് നടത്തിക്കൊണ്ട്, മഹായുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയത് കാട്ടാനകളല്ല, ഹിംസ്ര ജന്തുക്കളല്ല, മനുഷ്യരായ നമ്മൾ തന്നെ. ലോകത്ത് അതിനു മുമ്പ് നടന്നതൊക്കെ പോട്ടെ, 20-ാം നൂറ്റാണ്ടിൽ നടന്ന 2 ലോക മഹായുദ്ധങ്ങളിൽ രക്തം ചിന്തിയത് ചില്ലറയല്ല, 10 കോടി ജനങ്ങളെ. ഏത് കാലത്താ? ഇന്ത്യ വിഭജിക്കുന്ന കാലത്ത്. ഇന്ത്യയുടെ വിഭജനം നടക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണെന്നറിയോ? 40 കോടിയേ ഉള്ളൂ. ഇന്ത്യയിൽ 40 കോടിയേ ഉള്ളൂ. ഇന്ന് 140 കോടിയുണ്ട്. 100 കോടിയോളം വിഭജനത്തിന് ശേഷമുള്ള ഈ കാലത്ത് 40 കോടി 140 കോടിയായി. അങ്ങനെയുള്ള ഈ 100 കോടി 40 കോടിയായി നിന്ന കാലത്ത് ലോകത്ത് 10 കോടി ജനങ്ങളെ, അന്ന് ഏതാണ്ട് ലോകത്തൊരു 300 കോടിക്കപ്പുറം ജനമില്ല, 300-400 കോടി കൂടുതലില്ല. അത്രയും ജനസംഖ്യ കുറഞ്ഞു നിന്ന കാലത്ത് 10 കോടി ജനങ്ങളെ 2 ലോകമഹായുദ്ധങ്ങളിലൂടെ കൊന്നു തീർത്ത ഈ മനുഷ്യരെ കുറിച്ച് ആകാശ ലോകത്ത് അല്ലാഹുവിനോട് മലക്കുകൾ പറഞ്ഞത് തെറ്റായിരുന്നില്ല. അവർക്കതിനെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ലോകത്ത് കലാപങ്ങൾ, യുദ്ധങ്ങൾ അഴിച്ചുവിടുകയും ലോകനാശത്തിന് നേതൃത്വം നൽകുകയും രക്തച്ചൊരിച്ചിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ അല്ലാഹുവേ, നീ എന്തിനാണ് ഇവിടെ പടയ്ക്കുന്നതെന്ന് അല്ലാഹുവിനോട് മലക്കുകൾ ചോദിച്ചു എന്ന കാര്യം അല്ലാഹ് തന്നെ എടുത്തു പറയുക ഖുർആനിലൂടെ. അവരെന്നോട് ചോദിച്ചായിരുന്നു എന്ന്. അവരെന്നോട് അങ്ങനെ ചോദിച്ചിരുന്നു മലക്കുകൾ. അന്നത്തെ കഥയും നമ്മൾ ലോകമഹായുദ്ധ കാലത്തെ കഥയൊക്കെ പോയിട്ട് ഇന്നത്തെ വാർത്ത ഞാൻ നേരിട്ട് കണ്ടതല്ല, എന്നോട് പലരും വിളിച്ചു പറഞ്ഞു. എവിടെയാ? കൊട്ടാരക്കരയിലാണെന്ന് തോന്നുന്നു. 23 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി, ഒരു ഡോക്ടർ, ആ പെൺകുട്ടിയുടെ അടിവയറ്റിലേക്ക് ഒരു LP സ്കൂൾ അധ്യാപകനായ ഒരധ്യാപകനെ, ഒരു ചെറുപ്പക്കാരൻ 25ഓളം കുത്തുകൾ ആഞ്ഞുകുത്തി പാവപ്പെട്ട ആ പെൺകുട്ടിയെ, അവളുടെ രക്തം ഭൂമിയിൽ വീഴ്ത്തിയ ഒരു ദിവസത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ലോകത്ത് മനുഷ്യന് രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന, കലാപമുണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് എന്തിനാണ് അവരിവിടെ ജീവിക്കുന്നത്? എന്തിനാണ് പ്രവിശാലമായ, പ്രൗഢമനോഹരമായ,
അനന്ത ഗംഭീരമായ വളരെ ചേതോഹരമായ ഹരിതാഭമായ ഈ മനോഹരമായ ഭൂമിയിലേക്ക് ഈ അപകടകാരികളായ ഒരു ജനത്തെ എന്തിനയക്കണം റബ്ബേ എന്ന് ഈ മനുഷ്യരെ അനുഭവിക്കുന്നതിനും അറിയുന്നതിനും മുമ്പേ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചുവെങ്കിൽ നമ്മുടെ കൊള്ളരുതായികളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മറുവശത്തെക്കുറിച്ച് മലക്കുകൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ മനുഷ്യരാശി ഈ കലാപം അവസാനിപ്പിച്ചിട്ടില്ല, ഈ അപകടം അവസാനിപ്പിച്ചിട്ടില്ല, ഈ ചോരചൊരിച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നും മലയാളക്കരയും അത്തരമൊരു സംഭവത്തിന് സാക്ഷിയാ. അള്ളാഹു താല ചോദിച്ചു, അള്ളാഹുവിനോട് മലക്കുകൾ ചോദിച്ചു, എന്തിനാ പടച്ചോനെ എന്ന്. അള്ളാഹു അതിന് പറയുന്ന ഒരു മറുപടി, എന്തിനാ പടച്ചോൻ ഈ കഥയൊക്കെ ഇങ്ങനെ എടുത്ത് പറയണേ? അള്ളാഹു ഒരു നോവലിസ്റ്റാണോ? ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ ആളുകളെ രസിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാന്ന്. അള്ളാഹു ഒരു കാര്യം, ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ വലിയൊരു പൊരുള്, മാനവരാശി ഉള്ളടത്തോളം കാലം ചിന്തിക്കാനും പഠിക്കാനും പാഠം പഠിക്കാനും ആവശ്യമായ എന്തോ ഒന്ന് ആ കഥയുടെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന് പടച്ച തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് അതിൽ നിന്നവരെ ചിന്തിച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹു താല അത് എടുത്തു പറയുകയാണ്. എന്നിട്ട് അവരൊന്നോടെ പറഞ്ഞു, പടച്ചവനെ നിനക്ക് തസ്ബീഹ് ചെയ്യാൻ ഞങ്ങളുണ്ടല്ലോ അല്ലാ. അള്ളാഹുവിനെ വാഴ്ത്തണം. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ വാഴ്ത്തലുകൾ, തസ്ബീഹുകൾ നടക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തഹ്മീദുകൾ നടക്കണം, പുകഴ്ത്തലുകൾ നടക്കണം. പടച്ചവനെ നിന്നെ തസ്ബീഹ് ചെയ്യാൻ ഞങ്ങളുണ്ടല്ലോ, നിന്നെ സ്തുതിക്കാൻ ഞങ്ങളുണ്ടല്ലോ എന്ന് അള്ളാഹുവിൻ്റെ എന്നോട് മലക്കുകൾ പറഞ്ഞു അത്രേ. വനുഖദ്ദിസുലക്ക്, നിന്നെ വാഴ്ത്താൻ, പുകഴ്ത്താൻ, കീർത്തിക്കാൻ ഞങ്ങളുണ്ടല്ലോ പടച്ചവനെ. എന്തിനാ ഈ ലോകത്തെ കലാപകലുഷിതമാക്കാൻ ഒരു സൃഷ്ടിവർഗത്തെ നീ അയക്കുന്നു എന്ന് പടച്ചവനോട് ചോദിച്ചപ്പോ അള്ളാഹു പറഞ്ഞു അത്രേ, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അവർ പറഞ്ഞ തെറ്റാണെന്ന് അള്ളാഹു തആല പറഞ്ഞില്ല. അവർ പറഞ്ഞത് തെറ്റാണ് മലക്കുകളെ, നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ അറിയാത്ത ചിലത് എനിക്കറിയാം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതേ അറിയാവൂ, പക്ഷേ ഈ ലോകത്ത് വരാൻ പോകുന്ന ജനങ്ങളിൽ ഇങ്ങനെ ഒരു അപകടകരമായ ഒരു മുഖമുണ്ട്, ഒരു വശമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ശരി, പക്ഷേ നിങ്ങൾ അറിയാത്ത ഒന്നെനിക്കറിയാം മലക്കുകളെ എന്ന് അള്ളാഹു മലക്കുകളോട് മറുപടി പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനാണത് പറയുന്നത്? എന്താ അറിയാത്തത്? എന്താണ് മലക്കുകൾക്ക് അറിയാത്തത് അള്ളാഹുവിന് അറിയാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മഹാന്മാർ അതിന് പറഞ്ഞത് എന്താണെന്നറിയാമോ? മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരമായി അള്ളാഹു താല പറഞ്ഞു, ഖാലല്ലാഹു അഅലമു മിൻ വുജൂഹിൽ മസ്ലിഹ, എനിക്ക് കൃത്യമായി എനിക്കറിയാം, ഹിക്മത്തിൻ്റെയും മസ്ലിഹത്തിൻ്റെയും രൂപത്തിലൂടെ ഞാൻ അറിയുന്നുണ്ട്, മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത്. എന്താ അറിയുന്നത്? ഈ ലോകത്ത് ഔലിയാക്കന്മാരെന്തിനാ? ഈ ലോകത്ത് അമ്പിയാക്കന്മാരെന്തിനാ? ഈ ലോകത്ത് സാലിഹ്യങ്ങൾ എന്തിനാ? അവരുടെ ഓർമ്മകൾ നിലനിൽക്കേണ്ടത് എന്തിനാ? അവരുടെ സ്മരണകളെ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്തിനാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിഷേധികളും നിഷേധികളല്ലെന്ന് പറയുന്ന ചിലരും നമ്മുടെ ഇടയിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അള്ളാഹു പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ ഖാസിനിൽ നമുക്ക് കാണാം. അല്ലാഹു താല പറഞ്ഞു, അള്ളാഹുവിൻ്റെ തന്ത്രജ്ഞതയിലൂടെ, അള്ളാഹുവിൻ്റെ ഗുണദോഷ വിചാരത്തിലൂടെ അള്ളാഹു അറിയുന്നുണ്ട്. മലക്കുകളെ എനിക്കറിയാം. എന്തറിയാം? അന്ന ഫീഹിം, അവരിൽ ഉണ്ടാകുമെന്ന്. ആര്? മൻ യഅ്ബുദുനി, എന്നെ ആരാധിക്കുകയും എന്നെ ഇബാദത്ത് ചെയ്യുന്നവർ അവരിൽ ഉണ്ടാകും, വരാൻ പോകുന്നു. പോരാ, വയുതീഉനി, ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യുന്നവരും അവരിലുണ്ടാകും. അപ്പൊ രണ്ട് തരമുണ്ട് ഇവിടെ മനുഷ്യർ. ഒന്ന്, ഇന്ന് പാവപ്പെട്ട ഡോക്ടറെ അവളുടെ ക്ലിനിക്കിൽ കയറി ഒരു പ്രകോപനവുമില്ലാതെ നിർദാക്ഷിണ്യം ഒരു ഉരുവിനെ അറുക്കുന്ന ലാഘവത്തോടുകൂടി പച്ചയ്ക്ക് കുത്തിക്കൊന്ന് ചോര വീഴ്ത്തിയ നിങ്ങൾ പറഞ്ഞ വർഗവും ഇവിടെ ഉണ്ട് മനുഷ്യരിൽ. പക്ഷെ അവർ മാത്രമല്ല, പിന്നെയോ എന്നെ അനുസരിച്ച് ഞാൻ പറഞ്ഞാൽ പറഞ്ഞിടത്ത് നിൽക്കുന്ന എൻ്റെ കൽപ്പനകളെ അച്ചട്ടായി അനുസരിക്കുന്ന ആളുകൾ. അവരാരെന്നറിയോ?
ഹുമുൽ അംബിയാ, അവർ നബിമാരാണ്, നബിമാർ ഇതിൽ വരാൻ പോകുന്നു. വൽ ഔലിയാ, ഔലിയാക്കന്മാരാണ്. വസ്സാലിഹൂൻ, സാലിഹീങ്ങളുമാണ്. അഥവാ നബിമാരും അതുപോലെ തന്നെ ഔലിയാക്കന്മാരും സാലിഹീങ്ങളും ഈ സമൂഹത്തിൽ വരാനുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യരായ നമ്മളെ അള്ളാഹ് പടയ്ക്കാൻ തീരുമാനിച്ചത് തന്നെ എന്നാണ് ഈ അഅലമു മാലാ തഅലമുന്റെ വ്യാഖ്യാനമെന്ന് തഫ്സീറുൽ ഖാസിൻ നമ്മളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നത്, ചില ആളുകൾക്കൊരു ധാരണയുണ്ട് നമ്മുടെ നാട്ടിൽ മുതലാളിമാരുള്ളതുകൊണ്ടാണ്, അല്ല നമ്മുടെ നാട്ടിൽ വലിയ വലിയ ഭരണകർത്താക്കളുള്ളത് കൊണ്ടാണ്, അല്ലെ മനുഷ്യരായുസ് നിലനിൽക്കുന്നത് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുള്ളത് കൊണ്ടാണെന്നാ, അല്ലെങ്കിൽ ലോകത്തേതെങ്കിലും അത്തരത്തിലുള്ള ആളുകളുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആരെങ്കിലും കരുതിപ്പോയാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, മാനവരാശി നിലനിൽക്കുന്നത് തന്നെ ഈ ലോകത്ത് അമ്പിയാക്കന്മാർ വന്നു പോയതുകൊണ്ടും അവരുടെ വിറക് പിടിച്ചുകൊണ്ട് ഔലിയാക്കന്മാർ ഈ ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടും സാലിഹ്യങ്ങൾ ഭൂമിയിൽ ഉള്ളത് കൊണ്ടുമാണ്. മനസ്സിലായോ? അപ്പോൾ സാലിഹ്യങ്ങളും ഔലിയാക്കന്മാരും ഒക്കെ ഈ ലോകത്തുണ്ടാവുകയും അവരെ അറിയുകയും അവരെ മാനിക്കുകയും അവരുടെ സംസ്കാരം ഈ ലോകത്ത് നിലനിർത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എത്ര വലുതാണ്. ഇമാം സമർഖന്ദി റഹിമഹുല്ലാ പറയുകയാ, ഔലിയാക്കന്മാർ എന്തിനാണെന്നാണ് ഞാൻ പറയുന്നത്. ഇമാം സമർഖന്ദി പറയുകയാണ്, ലമ്മാ ഖുബിള സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വഫാത്തായി. എന്താ പറഞ്ഞേ? അമ്പിയാക്കന്മാരുള്ളത് കൊണ്ടാണ് മനുഷ്യരെ ഞാൻ പടയ്ക്കുന്നതെന്ന്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, ഇനി നബിയില്ലല്ലോ. അപ്പം എന്തുണ്ടായി? ശക്കത്തിൽ അർളു ഇലാ റബ്ബിഹാ, ഭൂമി തൻ്റെ റബ്ബിനോട് അപ്പോഴേ ആവലാതി പറഞ്ഞു. ഭൂമി തൻ്റെ റബ്ബിനോട് ആവലാതിപ്പെട്ടു. എന്താ ആവലാതി? അന്നൗമാ ബഖിയ യംശി അലയ്യ നബിയ്യും മിനൽ അംബിയാഇ ഇലൽ ഖിയാമ, അല്ലാഹുവേ ഇനി എൻ്റെ മുതുകിലൂടെ നിന്റെ നബിമാരിൽ ഒരാളും എൻ്റെ മുതുകിൽ ചവിട്ടി നടക്കുകയില്ലല്ലോ അല്ലാ. ഭൂമിയുടെ വിലാപം, ഭൂമിയുടെ വിലാപമാണ്. ഇമാം സമർഖന്ദി രേഖപ്പെടുത്തുകയാണ്, ഭൂമി വിലപിച്ചു, പടച്ചവനെ എൻ്റെ മുതുകിൽ ഇനി എൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ ഇനി ഭൂമിയിൽ ഒരു നബിയും വരില്ലല്ലോ അല്ലാ, എനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനാകുമെന്ന് ഭൂമി അള്ളാഹുവിനോട് പരാതിപ്പെട്ടു അത്രേ. ഫഔഹല്ലാഹു തബാറക വതആല, അള്ളാഹു തആല ഭൂമിക്കപ്പോൾ വഹി നൽകി. ഭൂമിക്കും അള്ളാഹ് വഹി കൊടുക്കും. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിന് വഹിയും ബോധനമൊക്കെ കൊടുക്കാൻ അറിയാം. അങ്ങനെ അള്ളാഹു തആല ഭൂമിക്ക് വഹി നൽകി. എന്താ വഹി നൽകിയത്? ഇന്നി ജാഇലും മിൻ ഹാദിഹിൽ ഉമ്മത്തി റിജാലാ, ഞാൻ ഈ സമുദായത്തിൽ ഈ മനുഷ്യ സഞ്ചയത്തിൽ ഒരു വിഭാഗം ആളുകളെ നിശ്ചയിക്കാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നബിമാർ പോയി എന്നല്ലേ ഭൂമി നിന്റെ പരിതാപം, നിന്റെ വിലാപം. ഞാൻ ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കുന്നു. ആരാണവർ? ഖുലൂബുഹും കഖുലൂബിൽ അംബിയാ, അവരുടെ ഹൃദയം നബിമാരുടെ ഹൃദയം പോലെയായിരിക്കും. നോക്കൂ, നബിമാരെ പോലെ മനസ്സുള്ള ഒരു പറ്റം ആളുകളെ സൃഷ്ടിച്ചു തന്നുകൊണ്ട് നിന്റെ സങ്കടം ഞാൻ പരിഹരിക്കാമെന്ന് ഭൂമിയോട് അള്ളാഹു പറഞ്ഞുവെന്ന് ഇമാം ഹക്കീമു തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ ഫൈദുൽ ഖദീറിൽ ഈ ഹദീസ് നമുക്ക് കാണാം. അവിടെ അള്ളാഹു താല പറഞ്ഞുവെന്ന് കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നബിമാരൊഴിഞ്ഞു പോയ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ച് ഭൂമി ആശങ്കപ്പെട്ടപ്പോ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആശ്വസിപ്പിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണെന്നറിയാമോ? ഇനി നബിമാരെ പോലെ മനസ്സുള്ള ഒരു പറ്റം ആളുകളെ ഈ ഭൂമിയിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് അല്ലാഹു തആല അവർക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയെ ആശ്വസിപ്പിച്ചതെന്ന്. ഈ ഭൂമിയെ ആശ്വസിപ്പിച്ചതെന്ന് അതാരാണെന്നറിയാമോ? അവരെ കുറിച്ച് പറയുന്നു, കാനു ലമ്മാ ദഹബത്തിൻ നുബുവ, നുബുവത്ത് ഈ ലോകത്ത് നിന്ന് നിലച്ചപ്പോൾ, വകാനു ഔതാദൽ അർളി, അവർ ഭൂമിയുടെ ആണികളായിരുന്നു. ഭൂമി നിലനിൽക്കാൻ അവരായിരുന്നു കാരണം. ആണി എന്ന് പറഞ്ഞാൽ എന്താണ്? മലകളെ ആണികളായെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല ഖുർആനിൽ. ആ മലകൾ ഉണ്ടെങ്കിലേ ഭൂമിക്ക് നല്ല സ്ഥിരത ഉറപ്പുണ്ടാവുള്ളൂ. ആ മലയാണ് യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് വലിയ തടാകം, വലിയ വലിയ സമുദ്രക്കിടങ്ങുകൾ, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കിടങ്ങുകൾ, അപ്പുറത്ത് അതേ ഉയരത്തിൽ മരീന ട്രഞ്ചിൻ്റെ അതേ ഉയരത്തിൽ ഹിമാലയം. ഭൂമിയുടെ ബാലൻസിങ് ആണത്.
അതുകൊണ്ട് അല്ലാഹു തആല മലകയെക്കുറിച്ച് പറഞ്ഞത് ഔത്താദ് എന്നാണ്. അള്ളാഹുവിൻ്റെ ഈ നബിമാർ ഭൂമിയുടെ ആത്മീയ ലോകത്തെ ഔത്താദുകളാണ്. ഭൂമിയുടെ ധാർമ്മികതയുടെയും സദാചാരത്തിൻ്റെയും ബാലൻസ് നിയന്ത്രിക്കുന്ന ഔത്താദുകൾ. അവിടെ ഭൂമിയുടെ പ്രകൃതിയുടെ ബാലൻസാണ് മലകൾ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയുടെ സദാചാരത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, മാനവികതയുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ഔത്താദുകളായിരുന്നു ഈ നബിമാർ. വക്കാനു ഔത്താദൽ അർളി, അവർ മരിച്ചു പോയപ്പോൾ, അവർ വഫാത്തായി കഴിഞ്ഞപ്പോൾ അഖ്ലഫല്ലാഹു മക്കാനഹും 40 റജുലൻ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തികളിൽ നിന്ന് 40 പേരെ അള്ളാഹു തആല സ്ഥാനത്ത് പകരം വെച്ചു. യുഖാലു ലഹുമുൽ അബ്ദാൽ, അവരുടെ പേരെന്തെന്നറിയുമോ? അബ്ദാൽ എന്നാണ്. അബ്ദാൽ എന്നവരെ പറയും. ലാ യമൂതു റജുലു മിൻഹും, അവരിൽ ഒരാൾ മരിച്ചാൽ ഹത്താ യുൻഷി അല്ലാഹു മക്കാനഹു ആഖറ യഖ്ലുഖുഹു, ആ സ്ഥാനത്ത് വേറൊരാളെ അള്ളാഹ് പടയ്ക്കും. അങ്ങനെ ഈ ലോകത്തെ നിലനിർത്താൻ വേണ്ടി അല്ലാഹു തആല നബിമാർക്ക് ശേഷം ഔലിയാക്കന്മാരെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മളെ ഈ ഭൂമിയെയും പിടിച്ചു നിർത്തി പോരുന്നതെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔലിയാക്കന്മാരുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകൾ വളരെ ലളിതമായി അവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാരുടെ ആവശ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ മഹാനായ കുഞ്ഞു മുഹമ്മദ് എന്നല്ലേ, കുഞ്ഞു മുഹമ്മദ് വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി ഈ നാട്ടിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ യുതീഉനി വയഅ്ബുദുനി, എന്നെ ആരാധിക്കുന്ന, എന്നെ വഴിപ്പെടുന്ന, ആ രംഗത്ത് മറ്റാർക്കും കഴിയാത്ത അളവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ആരാധിച്ച് വഴിപ്പെട്ട് ജീവിച്ച ഒരു മഹാനുഭാവൻ ഈ രാജ്യത്തുണ്ടായിരുന്നുവെന്നും ആ മഹാനുഭാവൻ അള്ളാഹു നൽകിയ കറാമത്തുകൾ, ആദരവുകൾക്ക് ഈ നാട് സാക്ഷിയാണെന്നും ഈ നാട്ടിൻ്റെ ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ, മാനവരാശിയെ പിടിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹു തആല സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരിലെ ഒരു പ്രതിനിധി അള്ളാഹു തആല നമ്മുടെ നാടിന് തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവരില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം നിലനിൽക്കുമായിരുന്നില്ല. അപ്പോൾ വേണോ ഔലിയാക്കന്മാർ? നിങ്ങളൊന്നാലോചിച്ചേ. അപ്പോൾ ഔലിയാക്കന്മാർ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് വേണോ? ഔലിയാക്കന്മാർ വേണ്ട എന്ന് പറയുന്ന ആളുകൾ വിനീതമായി ചിന്തിക്കണം. അല്ലാഹു തആല പ്രവിശാലമായ മനോഹരമായ ഈ ഭൂമിയെ നിലനിർത്തിപ്പോരുന്നത് ഔലിയാക്കന്മാരുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ്. നബിമാരുടെ കാലശേഷം ഔലിയാക്കന്മാർ, സാലിഹ്യങ്ങളില്ലേ? ഈ ലോകത്തെ അല്ലാഹു തആല തുടച്ചു നീക്കിക്കളയും. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഒരാൾക്ക് വേണ്ടി ഈ ലോകം ജീവിക്കും. അതുകൂടി ഇല്ലാതായാൽ അന്ന് ലോകമില്ലാതാകും. ലാ തഖൂമു സഅതു ഹത്താ യുഖാല അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉള്ളിടത്തോളം കാലം ഈ ലോകം നിലനിൽക്കുമെന്ന് ഷഫീഉന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാഹ് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഒന്നെങ്കിലും ഉണ്ടാകുന്നത് വരെ ഈ ലോകം നിലനിൽക്കും. അപ്പോൾ ഒരാൾ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ട പോലെ ഒരാൾ അല്ലാഹ് എന്ന് പറയാൻ ഭൂമിയിലുണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കില്ല എന്ന്. അപ്പോൾ എന്താ അതിനർത്ഥം? ഒരാൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഭൂമിയാണിത്. അല്ലാഹയെ വിളിക്കുന്ന ഒരാൾക്ക് വേണ്ടി, അള്ളാഹുവിനെ വിളിക്കേണ്ട പോലെ അല്ലാഹയെ വിളിക്കുന്ന ഒരാൾക്ക് വേണ്ടി സൂര്യൻ ഉദിക്കും. ആ ഒരാൾക്ക് വേണ്ടി കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കും. പടിഞ്ഞാറേ ചക്രവാളത്തിൽ ആ സൂര്യൻ പോയി മറയും. ആ വ്യക്തിക്ക് വേണ്ടി അല്ലാഹു തആല ചന്ദ്രനെ ഉദിപ്പിക്കും, നക്ഷത്രഗോളങ്ങളെ ചലിപ്പിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നെങ്കിൽ, ഈ ഔലിയാക്കന്മാരെ തള്ളിപ്പറഞ്ഞും നിന്ദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ സ്വന്തം നിലനിൽപ്പാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന്. ഇന്നത്തെ ഡോക്ടറെ കുത്തിക്കൊന്നതുപോലുള്ള ആളുകളെ കൊണ്ട് ഈ ലോകം നിറയാൻ ഇനി ഒരുപാട് കാലമൊന്നുമില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തൊക്കെ അരാജകത്വം വ്യാപിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കൻ ഐക്യനാടുകളിൽ സമീപകാലത്ത് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ എന്താണെന്ന്. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ കയ്യിലിരിക്കുന്ന യന്ത്രത്തോക്കുമായി പോയിട്ട് നിസാരമായ ഒരു പ്രകോപനമുണ്ടാകുമ്പോൾ സഹപാഠിയെ വെടിവെച്ചു കൊല്ലുക. എവിടെ? വലിയ രാജ്യമാണ്, വലിയ സൈനിക ശക്തിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളെ വെടിവെച്ച് കൊല്ലാൻ മടിയില്ലാത്ത ആളുകളുടെ എണ്ണം ഒരു വർഷത്തിനിടയിൽ 4 പേരിലധികം ഒരുമിച്ച് കൊല ചെയ്യപ്പെട്ട 250 കൂട്ടക്കൊലകൾ എവിടെ ഉണ്ടായി? അമേരിക്കയിലുണ്ടായി. നിങ്ങൾ കേട്ടില്ലേ സമീപകാലത്തൊരു വാർത്ത? അമേരിക്കയിലെ വാഷിങ്ടൺ എലമെൻ്ററി സ്കൂളിൽ
എൽസാൽവഡോർ റാമോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവനവൻ്റെ വല്യമ്മയെ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്നിട്ട് മരിച്ചം തീരാതെ ആ തോക്കുമായി അവനവൻ്റെ പള്ളിക്കുടത്തിലേക്ക് പോയി അവൻ്റെ 18 സഹപാഠികളെ വെടിവെച്ചു കൊന്നു. എവിടെയായത്? ലോകം മുഴുവൻ സമാധാനമുണ്ടാക്കാമെന്ന് അവകാശപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകര മനോഭാവമുള്ളവരുടെ രാജ്യമായ അമേരിക്ക. ഒന്ന് ആലോചിച്ച് നോക്ക്. നാം ജീവിക്കുന്ന ലോകത്ത് ഇത്രമാത്രം അക്രമങ്ങൾ ആർക്കും പിടിച്ചു നിർത്താനാവാത്ത പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അമേരിക്കയിൽ അത് പെരുകുമ്പോൾ, യൂറോപ്യൻ നാടുകളിൽ പെരുകുമ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? നോർവേ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സമീപകാലത്ത് വന്ന വാർത്ത, കയ്യിലിരിക്കുന്ന ഒരു തോക്ക് കയ്യിൽ വെച്ചോണ്ടേ അവിടെ ബഹ്റിൻ പ്രവിച്ച എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എത്ര പേരെയാണ് വെടിവെച്ച് വന്നേ? എത്ര പേരെയാണ് കൊന്നേ? 85 പേരെ ഒരുത്തം വെടിവെച്ചു കൊല്ലുക. ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ? നബിമാരുടെ ഇടപെടലില്ലാത്തൊരു ലോകം, ഔലിയാക്കന്മാർ അള്ളാഹുവിലേക്ക് മാടി വിളിക്കുന്ന ഔലിയാക്കന്മാരില്ലാത്തൊരു ലോകം, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സാലിഹ്യങ്ങളില്ലാത്തൊരു ലോകം എവിടേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. അതവിടുത്തെ കഥയാണ്, അമേരിക്കയിലെ കഥയാ, അത് യൂറോപ്പിലെ കഥയാണ്. 85 പേരെ വെടിവെച്ച് കൊല്ലുന്നത്. ന്യൂസിലൻഡിൽ 45 പേരെ പള്ളിയിൽ കയറി വെടിവെച്ച് കൊന്നവൻ അല്ലേ? ഒരാളാ, രണ്ടാളല്ല, 45 പേരെ ഒരുത്തം വെടിവെച്ചു കൊല്ല. എന്ത് തരം മനുഷ്യരാണ്? ലോകം ഇങ്ങനെ മാറുക. ഇങ്ങനെ അപകടം പിടിച്ചൊരു ലോകത്തേക്ക്, ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാമുള്ളൊരു ലോകം മാറുന്നത് ഇത്തരത്തിലുള്ള അപകടം പിടിച്ചിടത്തേക്കാ. എല്ലാവരെയും കൊന്നില്ലെങ്കിലും അവസരം കിട്ടുമ്പോൾ എത്ര പേരെ വേണമെങ്കിലും കൊല്ലാൻ മടിയില്ലാത്ത വിധത്തിൽ മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് മൃഗീയതയല്ല, പൈശാചികതയും അല്ല, രാക്ഷസീയത തടം വെച്ച് വളരുന്നൊരു കാലം, അപകടം പിടിച്ച ഒരു കാലമാണ്. അത് അമേരിക്കയിലാണ്, ഇത് യൂറോപ്പിലാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞ സമീപകാലത്ത് ഉത്തരേന്ത്യയിൽ അതല്ലേ സംഭവിക്കുന്നത്? കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുകയല്ലേ? ഗുജറാത്തിൽ നമ്മൾ കണ്ട കലാപം, ഡൽഹിയിൽ നമ്മൾ കണ്ട കലാപം, അങ്ങനത്തെ കലാപങ്ങളുടെ കഥകൾ മാത്രമല്ല മനുഷ്യന്റെ അധപ്പതനത്തിന്റെ അടയാളമാകുന്നത്. സമീപകാലത്ത് നമ്മൾ കണ്ടല്ലോ, വലിയ ക്രിമിനലാണെന്ന് പറഞ്ഞ ഒരു മുൻ MP, വലിയ ക്രിമിനൽ ആകട്ടെ ആകാതിരിക്കട്ടെ, ക്രിമിനലിനെ കൈകാര്യം ചെയ്യാൻ നിയമങ്ങളില്ലേ? ഒരു രാജ്യത്തിന്റെ MP ആയിരുന്ന ഒരു മനുഷ്യൻ, 5 തവണ MLA ആയിരുന്ന ഒരു മനുഷ്യൻ, പോലീസിന്റെ കസ്റ്റഡിയിൽ UP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് പോലീസിന്റെ അകമ്പടിയോടുകൂടി വന്നിറങ്ങുമ്പോൾ 2-3 വെളിവില്ലാത്തവരാണെന്ന് അവകാശപ്പെട്ട 2-3 ചെറുപ്പക്കാർ ആ മനുഷ്യന്റെ ശിരസിലേക്ക് പോലീസിന്റെ അകമ്പടിയിൽ വെടിവെച്ച് കൊല്ലുന്നു. എത്ര വലിയ അരാജകത്വമാണ് രാജ്യത്ത് നടക്കുന്നത്! അക്രമമല്ലാതെ വല്ലതുണ്ടോ? അക്രമത്തെ പിടിച്ചു കെട്ടാൻ രാജ്യത്തിന് കഴിയുന്നില്ല. അക്രമം പിടിച്ചു കെട്ടാൻ പോലീസിന് കഴിയുന്നില്ല, നിയമപാലകർക്ക് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു ലോകത്തൊരു കാലത്ത് എന്തിനാ അള്ളാഹ്, എന്തിനാ നബിമാര്, എന്തിനാ ഔലിയാക്കന്മാരെന്ന് ഇനിയും ചോദിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇന്ത്യയിലേക്കും അത് വന്നു കഴിഞ്ഞു. ഇന്ത്യയിലും ഒരുത്തൻ ഒരുമ്പെട്ടാൽ, ഒരക്രമി ഒരുമ്പെട്ടാൽ അവനെ തടയാൻ ആരുമില്ലാത്ത സ്ഥിതിയാ. നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ചിത്രീകരണങ്ങളാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ പഠിച്ച ഒരു കോളേജാ, പാലായിലെ ബിഷപ്പിൻ്റെ കോളേജ്, പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ വിദ്യാർത്ഥിനികൾ, 100 കണക്കിന് 1000 വിദ്യാർത്ഥികൾ നിറഞ്ഞൊഴുകുന്ന ഒരു കോളേജിൻ്റെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, പ്രേമ അഭ്യർത്ഥന നിരസിച്ചു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സഹപാഠിയായ ഒരു വിദ്യാർത്ഥിനിയുടെ കഴുത്ത് പച്ചയ്ക്ക് ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് അറുത്തു കൊന്നതിന് സമീപകാലത്താ. ഇതൊരു കാര്യം പറയുകയല്ല, ഇതുപോലെ എത്ര സംഭവം. ഇന്നത്തെ ഡോക്ടറെ കൊന്ന സംഭവം പോലെ നമ്മുടെ കേരളത്തിലേക്കും ഇന്ന് രാക്ഷസീയത മനുഷ്യ മനസ്സുകളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഭൂമി നിലനിൽക്കുന്നതെന്ന് ആരെങ്കിലും കരുതിയോ എന്നാണ് എൻ്റെ ചോദ്യം. ഇത്തരം ആളുകൾക്ക് വേണ്ടിയായി ഈ ലോകം നിലനിൽക്കുന്നതെന്നാണോ കരുതിയേ? അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല വെറും ഒരു വിഡ്ഢിയാണെന്ന് മഅദല്ലാഹ് നമുക്ക് പറയേണ്ടി വരും. ഇത്തരം അപകടകാരികൾക്ക് മലക്കുകൾ ചോദിച്ച ചോദ്യമാണ് അപ്പം ശരി, എന്തിനാ പടച്ചോനെ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാക്കണത് എന്ന്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, അവർ മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യില്ല, മനുഷ്യവർഗത്തെ ഞാൻ ജീവിപ്പിക്കില്ല, നിലനിർത്തില്ല. പക്ഷെ അവർക്കിടയിൽ അമ്പിയാക്കന്മാരുണ്ടാ കാലം കഴിഞ്ഞുപോയി, അവരിൽ ഔലിയാക്കന്മാർ വരും, സാലിഹ്യങ്ങൾ വരും, അതുകൊണ്ടാണ് ഇവരെ ജീവിപ്പിക്കുന്നതെന്ന്. അപ്പോ അമേരിക്കയിലെ അക്രമകാരികളെ പോലെ, യൂറോപ്പിലെ അക്രമകാരികളെ പോലെ, നിന്ന നിപ്പിൽ 100 കണക്കിന് പേരെ വെടിവെച്ച് കൊല്ലുന്നവരെ പോലെ ഇന്ത്യയിലും അക്രമകാരികൾ പെരുകുമ്പോൾ
വെറുപ്പിൻ്റെ ശക്തികൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അധികാര കസേരകളിൽ അടയിരിക്കുമ്പോൾ, ആ പ്രവണതകൾ നമ്മുടെ പ്രബുദ്ധമായിരുന്ന കേരള സംസ്ഥാനത്തേക്കും കടന്നു വരുമ്പോൾ, ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ഡോക്ടർക്ക് പോലും തൻ്റെ ജീവിതത്തിന് സുരക്ഷിതമില്ലാതെ വരുമ്പോൾ ആരെയാണ് സംരക്ഷിക്കാൻ കഴിയുക? എന്തിനാണ് ഇങ്ങനെ ഒരു ലോകമെന്ന് നമ്മൾ ചിന്തിക്കില്ലേ? നമ്മൾ ചിന്തിക്കും, അള്ളാഹും ചിന്തിക്കും. അപ്പം നമ്മൾ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ലോകം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ മറികടക്കുന്ന അളവിൽ ഇവിടെ ഔലിയാക്കൾ ഉണ്ടാകണം. ഔലിയാക്കളും സാലിഹ്യങ്ങളും ഉണ്ടാകണം. ആ ഔലിയാക്കന്മാരും സാലിഹ്യങ്ങളും നമുക്കിടയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് ആ ഔലിയാക്കന്മാരുടെ പിന്മുറക്കാരായ സാലിഹ്യങ്ങൾ, ആലിമീങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടായി ലോകം ഇങ്ങനെ നിലനിൽക്കണേ, അല്ലെങ്കിൽ തകർന്നു പോകും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ ലോകം എന്തിനാ? അല്ലാഹു പറയുന്നു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദി വത്തയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസത്തൻ യൗമൽ ഖിയാമ കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. അല്ലാഹു പറയുകയാ, നബിയെ പറഞ്ഞു കൊടുക്കൂ അവരോട്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലദീ അഖ്റജ ലിഇബാദി, അള്ളാഹു ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അഴകുകൾ, അതിൻ്റെ അലങ്കാരങ്ങൾ, ആർഭാടങ്ങൾ, അത് ആരുമാർക്കും വിലക്കേണ്ടതില്ല. അത് അല്ലാഹു തആല ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന എല്ലാം, ഇതിൻ്റെ വായു, ഇതിൻ്റെ വെള്ളം, ഇതിൻ്റെ ഭക്ഷണം, ഇതിൻ്റെ രുചികരമായതെല്ലാം, ഇതിൻ്റെ അനുഗ്രഹങ്ങൾ, ആനുകൂല്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു തആല ഈ ലിഇബാദിഹി, അള്ളാഹുവിൻ്റെ നല്ല അടിമകൾക്ക് വേണ്ടി വെച്ചതാ. നല്ല അടിമകൾക്ക് വേണ്ടിയാണ് അള്ളാഹു അത് വെച്ചത്. ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ, ദുന്യവിയായ ജീവിതത്തിൽ അള്ളാഹു തആല ഈ ലോകത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും വെച്ചിരിക്കുന്നത് ഈമാനുള്ളവർക്ക് വേണ്ടിയാണ്. ഈമാനുള്ളവരില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഇതൊന്നും അല്ലാഹു വെക്കുകയില്ലായിരുന്നു. ഈമാനുള്ളവർക്ക് വേണ്ടി വെച്ചതാണ് ഇതെല്ലാം. എന്താ മനസ്സിലാവുന്നുണ്ടോ? ഈമാൻ, അള്ളാഹുവിൽ ശരിയായി വിശ്വസിച്ചവനെ അനുസരിക്കുന്ന ഒരു പറ്റം നല്ല ആളുകൾ ഈ ലോകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. ഖാലിസത്തൻ യൗമൽ ഖിയാമ, പരലോകത്ത് അവർക്ക് മാത്രമായിരിക്കും. പക്ഷെ ഈ ലോകത്ത് നല്ല അടിമകൾക്ക് അല്ലാഹു തആല കൊടുത്തതിൻ്റെ ആനുകൂല്യം തിന്മ ചെയ്യുന്ന ആളുകളും പിൻപറ്റി ജീവിക്കും. അത്രയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ നല്ല അടിമകൾക്ക് വേണ്ടി അല്ലാഹു വെച്ചതിൻ്റെ ആനുകൂല്യം മറ്റുള്ളവരും പിൻപറ്റും. ഔലിയാക്കന്മാർക്ക് വേണ്ടി, സാലിഹ്യങ്ങൾക്ക് വേണ്ടി, ആലിമീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല വെച്ച ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങൾ മറ്റുള്ളവർ പിൻപറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അരികു പറ്റിയവർ ജീവിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മളില്ലെങ്കിൽ അവരും ഇല്ല. ഇപ്പം നമ്മളെ കൊല്ലാൻ നടക്കുന്നവരുണ്ടല്ലോ, നമ്മൾ ഈ ലോകത്ത് വേണ്ട, അള്ളാഹയെ അനുസരിക്കുന്നവർ വേണ്ടെന്ന് പറയുന്ന യുക്തിവാദികളുണ്ടല്ലോ. അതുപോലെ തന്നെ എന്തൊക്കെയോ പേര് പറയാറില്ലേ, സംഖ്യയെന്നോ ഗൃസംഖ്യയെന്നോ ഒക്കെ പറയാറില്ലേ. ഈ പറയുന്ന ഈ ആളുകളൊക്കെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പടച്ച തമ്പുരാനെ ഈ വെറുപ്പും വിദ്വേഷവും, ഈ പകയും കൊള്ളയും കൊലപാതകവും ഈ രക്തച്ചൊരിച്ചിലുമൊക്കെ ഉണ്ടാക്കാൻ മാത്രം പഠിപ്പിക്കുന്ന ഇവർ മാത്രമായിരുന്നു ലോകത്തെങ്കിൽ അവരും ജീവിക്കില്ല. മറിച്ച് അതിനപ്പുറത്ത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ലോകത്ത് നന്മ പഠിപ്പിക്കുന്ന, സ്നേഹം പഠിപ്പിക്കുന്ന, ഉപകാരം പഠിപ്പിക്കുന്ന, സഹകരണം പഠിപ്പിക്കുന്ന, സഹവർത്തിത്വം പഠിപ്പിക്കുന്ന ഒരു പറ്റം ആളുകളെ മറുഭാഗത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ഒരു പറ്റം ആളുകൾ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ധിക്കാരികളെ പോലും നിലനിർത്തിയിരിക്കുന്നത്. ഈ തെമ്മാടികൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഒരു പറ്റം നല്ലവർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതാണ് ഔലിയാക്കന്മാർ, അവരാണ് സ്വാലിഹീങ്ങൾ. അവരുടെ പ്രാധാന്യത്തെ നമ്മൾ ചെറുതായി കാണേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊരു പള്ളിക്കൂടം സ്ഥാപിക്കുക. ചിലപ്പോൾ ആളുകൾക്കൊരു ചോദ്യം തോന്നുവേ, കുറച്ച് അള്ളാഹയെ അനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്വീകാര്യമാകുമെന്ന്. ഞാൻ പറയാം, നമ്മുടെ നാട്ടിലൊരു പള്ളിക്കൂടം ഉണ്ടെങ്കിൽ, ഇത് പള്ളിക്കൂടം ഉണ്ടോ? ഇതിനുണ്ടോ? ഇല്ല, പള്ളിക്കൂടം ഇല്ല. പല പള്ളികൾക്കും പള്ളിക്കൂടം ഉണ്ടല്ലോ അല്ലേ. ഒരു പള്ളിക്കൂടം നമ്മൾ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു കോളേജ് നടത്തുകയാ. ആ കോളേജ് നടത്തുമ്പോൾ അതിനകത്ത് 100 കണക്കിന് 1000 കണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ വാങ്ങും അല്ലേ. 1000 കണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ വാങ്ങും. പക്ഷെ അവരെല്ലാവരും ആ കോഴ്സ് പൂർത്തിയാക്കി, 1ാം ക്ലാസ്സിൽ ചേർന്നവൻ 10ാം ക്ലാസ് വരെ പൂർത്തിയാക്കി നല്ല മാർക്ക് മേടിച്ച് അവർ പുറത്തു പോകും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതിൽ തന്നെ ഡിഗ്രി എടുക്കുന്നവരുടെ എണ്ണം കുറവാ. അതിൽ തന്നെ അതിനപ്പുറത്തേക്ക് PG എടുക്കുന്നവരുടെ എണ്ണം കുറവാ.
അതിൽ തന്നെ സമൂഹത്തിനും രാജ്യത്തിനും നാടിനും ഉപകാരം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ടാകുന്നത് കുറവാണ്. അതിൽ തന്നെ ഉന്നതന്മാരായ ആളുകൾ ഉണ്ടാകുന്നത് കുറവാ. പക്ഷെ ആ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി 100 പേര് അഡ്മിഷൻ വാങ്ങി, പക്ഷെ 10 പേരാണ് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചത്. അവരാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ, അവരാണ് ഡിസ്റ്റിങ്ഷൻ ഉള്ളവർ, അവരുന്നത നിലവാരമുള്ളവരാണ്. പക്ഷേ ആ 10 പേർക്ക് വേണ്ടി ആ പള്ളിക്കൂടം, ആ സ്ഥാപനത്തിൻ്റെ മേധാവികൾ നടത്തിപ്പോകും. 90 തോറ്റാലും 10 പേർക്ക് വേണ്ടി ആ പള്ളിക്കൂടം നടത്തും, അല്ലേ? നടത്തൂലേ? അതുപോലെ അല്ലാഹു തആല ഈ വിശ്വവിദ്യാലയം നടത്തിക്കൊണ്ടു പോവുക ആർക്ക് വേണ്ടി? ഈ ന്യൂനപക്ഷമായ അള്ളാഹുവിൻ്റെ ഇബാദുകൾക്ക് വേണ്ടി, സ്വാലിഹ്യങ്ങൾക്ക് വേണ്ടി, ഔലിയാക്കന്മാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പള്ളിക്കുടമാണിത്. അതാ പറഞ്ഞ അള്ളാഹ് എന്ന് പറയാൻ ഒരുത്തനില്ലാതെ എന്നാകുന്നോ, പടച്ചവനെ വിളിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ എന്നാകുന്നുവോ, അന്ന് ഈ ലോകത്തിൻ്റെ അന്ത്യം കുറിക്കും അല്ലാഹ്. പിന്നെ ഒന്നും അല്ലാഹു തആല ആലോചിക്കില്ല. സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരെ നിഷേധിച്ചിട്ടോ, ആ ഔലിയാക്കന്മാരുടെ സാന്നിധ്യത്തെ നിഷേധിച്ചിട്ടോ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഔലിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യമായ അറിവുകൾ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ ഇബാദത്തുകളുടെ മഹത്വം, അവരുടെ തഖ്വയുടെ മഹത്വം കൊണ്ട് അല്ലാഹു തആല ഉന്നതമായ ചില അറിവുകളും കഴിവുകളും കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അറിയില്ലേ? സൂറത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഥ പറയുന്നുണ്ടല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂറത്തുൽ കഹ്ഫിലെ വളരെ പ്രധാനപ്പെട്ട കഥ എന്താണ്? അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ അതിനകത്തുണ്ട്. പക്ഷേ അതുകൂടാതെ വേറൊരു കഥ അല്ലാഹു തആല അതിനകത്ത് പറയുന്നുണ്ട്. അതെന്താ? ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഥയാ. ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി സന്ധിക്കുന്ന, മൂസ നബിയും ഖിളർ നബിയും ചേരുന്ന വളരെ മനോഹരമായ ഒരു കഥ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ആ കഥ എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്. അല്ലാഹു തആല അറിവ് കൊടുത്ത് അനുഗ്രഹിച്ച ഉലുൽ അസ്മുകളിൽപ്പെട്ട വല്ലാത്തൊരു പ്രവാചകനാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബിയോട് ഒരുപറ്റം ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരിക്കൽ ആരോ ചോദിച്ചു, മൂസ നബിയെ ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആരാന്ന്? മൂസ നബി അലൈഹി സ്വലാം സ്വാഭാവികമായിട്ടും ഒരു മറുപടി പറഞ്ഞു പോയി, ഇന്നിപ്പോൾ ഭൂമിയിൽ ഞാനാണല്ലോ നബി, ഞാൻ ഉലുൽ അസ്മിപ്പെട്ട നബിയാണല്ലോ, അതുകൊണ്ട് ഞാനാ വലിയ അറിവുള്ള ആളെന്ന്. പക്ഷേ അല്ലാഹു തആലയ്ക്ക് മൂസ നബിയുടെ ആ ഉത്തരം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഒരു പദ്ധതി ആവിഷ്കരിച്ചു. മൂസ നബിയെ, താങ്കളല്ല ഈ ലോകത്തെ വലിയ അറിവുള്ള ആള്, താങ്കളെക്കാൾ വലിയ അറിവുള്ള ആൾ ഈ ലോകത്ത് വേറെയുണ്ട് എന്ന് അല്ലാഹു തആല കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കഥ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ പറഞ്ഞു തരികയും എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളത് ഓതണമെന്ന് നമ്മളോട് പഠിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ, വഇദ് ഖാല മൂസാ ലി ഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബാ. അല്ലാഹു തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത്, 2 നദികൾ സന്ധിക്കുന്ന സ്ഥലത്ത്, അവിടെ ഒരു മനുഷ്യനെ ഞാൻ അറിവ് നൽകി ആദരിച്ച, സവിശേഷമായ അറിവ് കൊടുത്ത് ആദരിച്ച ഒരു മനുഷ്യനെ താങ്കൾക്ക് കാണാം. അവിടെ പോയി അദ്ദേഹവുമായി സന്ധിക്കണമെന്ന് അല്ലാഹു മൂസ നബിയോട് പറയുകയാണ്. അല്ലാഹു തആല കഥ വളരെ മനോഹരമായ നിലയിൽ വിസ്തരമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അവസാനം അദ്ദേഹത്തെ തേടി മൂസ നബി പുറപ്പെട്ടു. അങ്ങനെ അവർ പോകുന്ന വഴിയിൽ ഒരു മത്സ്യത്തെ കരുതി ഒരു കൂട്ടാളിയെയും കൂട്ടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി കരുതിയ ഒരു മത്സ്യം, പക്ഷേ വഴിയിൽ എവിടെയോ വെച്ച് ആ മത്സ്യം വീണുപോയി. ഭക്ഷണത്തിന് ആവശ്യം വന്നപ്പോൾ മത്സ്യത്തെ അന്വേഷിച്ചപ്പോൾ മത്സ്യം പോയത് എവിടെയെന്ന കാര്യം അന്വേഷിച്ചുകൊണ്ടവർ തിരിഞ്ഞു നടന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുകയാണ്, അങ്ങനെ ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ, അങ്ങനെ അവർ 2 പേരും മൂസ നബിയും തൻ്റെ സഹായിയായ യുവാവും കണ്ടുമുട്ടി. അബ്ദൻ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽ ഒരു ദാസനെ, ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മളുടെ കൈവശത്ത് നിന്ന് പ്രത്യേകമായ അനുഗ്രഹം നൽകിയവ, അല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നാം പ്രത്യേകമായ ലദുന്നിയായ ഇൽമു കൊടുത്ത ആളെ. ലദുന്നിയായ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് നേരിട്ട് കൊടുത്ത, തേടിപ്പിടിച്ച അറിവൊന്നുമല്ല, ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതുമല്ല. അത്തരം അറിവിനെയാണ് ലദുന്നിയായ ഇൽമ. മിൻ ലദുന്നാ ഇൽമ, നമ്മളിൽ നിന്നുള്ള അറിവ് നേരിട്ട് നൽകപ്പെട്ട ഒരാൾ. ആ ആളുടെ അടുത്ത് പോയിട്ട് മൂസ നബി പറഞ്ഞു, അള്ളാഹ് പറഞ്ഞല്ലേ,
ഖാല ലഹു മൂസ, അല്ലാഹു പറയുകയാണ് സൂറത്തുൽ കഹ്ഫിൽ, ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. അല്ലയോ മഹാനവറുകളെ, താങ്കളോടൊപ്പം ഞാൻ വന്നുകൊള്ളട്ടെ, താങ്കളെ ഞാൻ അനുധാവനം ചെയ്തു കൊള്ളട്ടെ. എന്തിനെന്നറിയാല, അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചതിൽ നിന്ന് അല്പം താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. അങ്ങേക്ക് അള്ളാഹു പഠിപ്പിച്ച അറിവിൽ നിന്നൊരു സംതിങ് അല്പം കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ വന്നോട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇന്നക്കലം തസ്തത്തി മഴയ സബറ. മൂസ നബിയെ, എൻ്റെ കൂട്ടത്തിൽ ക്ഷമയോടുകൂടി നടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റില്ല എൻ്റെ കൂടെ നടക്കാൻ. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറാ, എങ്ങനെയാണ് താങ്കൾക്കില്ലാത്ത അറിവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുക? അപ്പോൾ മൂസ നബി പറഞ്ഞു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, എനിക്ക് അറിവൊന്നുമില്ല എങ്കിലും ശരി, ഞാൻ ക്ഷമയോടുകൂടി അങ്ങയുടെ കൂട്ടത്തിൽ കൂടിക്കോളാം. ആരാ പറയണേ? വലിയ നബിയാണ് മൂസ നബി എന്ന് പറഞ്ഞാൽ 5 ഉലുൽ അസ്മകളിൽപ്പെട്ട പ്രധാനപ്പെട്ട നബി പറയുകയാണ്, സജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, ഞാൻ ക്ഷമിക്കുന്നത് അങ്ങേക്ക് കാണാൻ ഞാൻ ക്ഷമിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, ഖാല ഫൈനി തബഅതനി, താങ്കൾ എന്നോടൊപ്പം വന്നാൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒരു കാര്യം എന്നോട് ചോദിച്ചു പോകരുത്, ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ, അത് ഞാൻ അങ്ങോട്ട് പറയുന്നവരെ ഇങ്ങോട്ടൊന്നും ചോദിച്ചേക്കരുത്. ആരാ പറയണേ? നബിയോട് നബിയല്ലാത്ത ഒരാൾ പറയുകയാ. അങ്ങനെ അത് സമ്മതിച്ചുകൊണ്ട് മൂസ നബി യാത്ര പോയി. ഫന്തലഖ, അങ്ങനെ അവർ രണ്ടാളും യാത്ര പോയി. ഹത്താ ഇദാ റകിബാ ഫിസ്സഫീനതി ഖറഖഹാ, അവർ രണ്ടുപേരും ഒരു കപ്പലിൽ യാത്ര ചെയ്യാൻ ആരംഭിച്ചു. കപ്പലിൽ കയറി യാത്ര പോയി. അങ്ങനെ ആ കപ്പൽ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ മൂസ നബിയോടൊപ്പം സഞ്ചരിക്കുന്ന ഈ വിശിഷ്ടനായ നിഗൂഢ വ്യക്തിത്വം ഖറഖഹ, ആ കപ്പലിനെ പൊളിച്ചു. അവിടെ കണ്ട ഒരു കൂടാലി എടുത്തിട്ട് ആ കപ്പലിൻ്റെ ഒരു ഭാഗത്ത് ഒരു ദ്വാരമിട്ടു, അതിനെ പൊളിച്ചു. ഖാല, ഇത് കണ്ടതേ മൂസ നബി ചോദിച്ചു പോയി, അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഅത ശൈഅൻ ഇംറാ, എന്ത് പണിയായി കാണിച്ചേ, നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരു കപ്പൽ, ആ കപ്പലിൽ ഈ മോശമായ നിലയിൽ കേടുവരുത്തിയ ഈ പണി എന്തായാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നാ മനുഷ്യൻ പറയുക. ആരോട്? മൂസ നബിയോട്. അദ്ദേഹം ചോദിച്ചു, അലം അഖുല്ലക ഇന്നക്കലൻ തസ്തത്തിയ മഅയ സബറ, എൻ്റെ കൂടെ ക്ഷമിച്ച് നടക്കാൻ പറ്റിയാലെന്ന് മൂസ നബിയെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? ഉടനെ മൂസ നബി പറഞ്ഞു, ഖാല ലാ തുആഖിദ്നി ബിമാ നസീത്, മറന്നുപോയതാണ്, അതുകൊണ്ട് നടപടിയൊന്നും എടുത്തേക്കരുതേ. വലാ തുറഹിഖ്നി മിൻ അംരി ഉസ്റ, വിഷമിപ്പിക്കല്ലേ, ഞാൻ ഒന്നോടെ കൂടെ വന്നോട്ടെ എന്നായി. നോക്കണേ, മൂസ നബിയും നബിയല്ലാത്ത മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിലൂടെ വീണ്ടും പോയി. ഹത്താ ഇദാ ലഖിയാ ഗുലാമുൻ ഫഖതല, വീണ്ടും അവർ സഞ്ചരിച്ചു പോകുമ്പോൾ മൈതാന മധ്യത്ത് കുറേ കുട്ടികൾ ഒന്നിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ആ കൂട്ടത്തിൽ കോമളനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച്, ആ വ്യക്തിത്വം, ആ നിഗൂഢ വ്യക്തിത്വം, അത് മറ്റാരുമല്ല, ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന്. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ പിടിച്ച് തറയിൽ തല്ലി കൊല്ലുകയാണ്. പറ്റുമോ? ഖാല, ഉടനെ മൂസ നബി അലൈഹി സ്വലാം പൊട്ടിത്തെറിച്ചു, ഖതൽത നഫ്സൻ സക്കിയ, ഒരു പരിശുദ്ധനായ കുഞ്ഞിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. ലഖദ് ജിഅത ശൈഅൻ നുക്റ, വളരെ മോശം പണിയാണല്ലോ കാണിച്ചേ. അപ്പോഴും ചോദിച്ചു അദ്ദേഹം, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബറ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ വരാൻ പറ്റില്ലെന്ന്. ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബിനി, ഇനി ചോദിച്ചാൽ എന്നെ കൂട്ടണ്ട, ഇനി ഞാൻ ചോദിച്ചാൽ എന്നെ കൂട്ടണ്ട, അതുകൊണ്ട് ഒന്നോടെ ഞാൻ വന്നോട്ടെ. ഖദ് ബലഗത മിൻ ലദുന്നി ഉദറ ഫന്തലഖ, വീണ്ടും പോയി. ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമാ അഹ്ലഹാ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ, അങ്ങനെ അവരൊരു നാട്ടിലെത്തി. ആ നാട്ടിലവർ വിശന്ന് വലഞ്ഞെത്തി. അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? ആ നാട്ടുകാരോട് പോയി ചോദിച്ചു. അന്നൊക്കെ മനുഷ്യർ ഭക്ഷണം കൊടുക്കുന്ന കാല. അങ്ങനെ വലഞ്ഞെത്തിയ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു മതിൽ കാണുന്നു. അതിപ്പോൾ വീഴുമെന്ന നിലയിലാണ് ആ മതിലിൻ്റെ നിപ്പ്. അപ്പോൾ മൂസ നബി ആ മനുഷ്യൻ എന്ത് ചെയ്യുക? ഖിദർ അലൈഹി സ്വലാം എന്ത് ചെയ്യുക? കാല അത് യുരീദു ജിദാറൻ യുരീദു കാമ, ആ മതിൽ നന്നാക്കി അവിടെ ഇരുന്നുണ്ട്. ആര്? ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം മതിൽ നന്നാക്കി കൊടുത്തു. അപ്പോഴും മൂസ നബിക്ക് അത്ര സഹിച്ചില്ല. അജ്റ, ഇത്ര പരോപകാരം ചെയ്യാത്ത ഈ കള്ളന്മാരായ നാട്ടുകാരോട് പൈസ എങ്കിലും മേടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു.
അതോടുകൂടി പറഞ്ഞു ഹദാ ഫിറാഖു ബൈനി വ ബൈനിക സഉനബ്ബിയുക ബിതഅ്വീലി മാ ലം തസ്തി അലൈഹി സബ്റാ. ഇനി ഞാൻ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞു തരാം. താങ്കൾക്ക് അടങ്ങാൻ കഴിയാതെ ക്ഷമിക്കാൻ കഴിയാതെ പോയ ഈ രഹസ്യത്തിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മൂസ നബിക്ക് പറഞ്ഞു കൊടുത്തു. ആ കപ്പലിനെ ഞാൻ കേടുവരുത്തിയതിന് കാരണം അതിനപ്പുറത്തൊരു രാജാവുണ്ട്. സുന്ദരൻ കപ്പലുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജാവ് പിടിച്ചെടുക്കും. കേടുപാടുള്ള കപ്പൽ രാജാവിന് വേണ്ട, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന്. ഇത് മൂസ നബിക്കറിയില്ല, ഈ വ്യക്തിക്കറിയാം. അമ്മൽ ഗുലാമു വകാന അബവാഹു മുഅ്മിനീന വഖശീന യുർഹിഖുമാ തുഗ്യാന വകുഫ്റാ. ആ കൊച്ചുകുട്ടി വളർന്നു വന്നാൽ ആ മാതാപിതാക്കളെ അപകടപ്പെടുത്തുമായിരുന്നു, അതുകൊണ്ട് അവൻ വളരേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. മൂന്നാമത്തെ ആ മതിലിൻ്റെ കഥ പറഞ്ഞാലോ, ഒരു പട്ടണത്തിലെ 2 യതീം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രപിതാമഹന്മാർ ആ മതിലിൻ്റെ കീഴിൽ ഒളിപ്പിച്ചു വെച്ച നിധിയുണ്ടായിരുന്നു. ആ മതിലിടിഞ്ഞു വീണാൽ കള്ളന്മാർ അത് കൈക്കലാക്കി കളയും. അതുകൊണ്ട് അവർ പ്രായപൂർത്തിയാകുന്നത് വരെ ആ മതിൽ ഭദ്രമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് മൂസ നബിക്ക് യഥാർത്ഥത്തിൽ വെളിച്ചം വീഴുന്നത്. മൂസ നബി പറഞ്ഞു, അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത് മൂസ നബിക്ക് അറിയാൻ പാടില്ല. എന്താണിത് പഠിപ്പിക്കുന്നത്? സഹോദരങ്ങളെ, എന്താണ് ഈ കഥ? ഇത് സൂറത്തുൽ കഹ്ഫാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുക. എന്താണ് ഈ കഥ നമ്മോട് പറഞ്ഞു തരുന്നത്? ഇവിടെ പ്രവാചകന്മാർക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില അറിവുകളുമായി അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഒരു പറ്റം ഔലിയാക്കന്മാർ, ഒരു പറ്റം സുലഹാക്കൾ അള്ളാഹു അവരെ ജീവിപ്പിക്കുന്നുണ്ടെന്നുള്ളതിന് പരിശുദ്ധ ഖുർആന്റെ സാക്ഷ്യമല്ലേ? അല്ലേ? പരിശുദ്ധ ഖുർആന്റെ സാക്ഷിയല്ലേ? ഇത് നിഷേധിക്കാൻ മുസ്ലിമായ ആർക്കെങ്കിലും പറ്റുമോ? അപ്പൊ ഇതൊരു സത്യമാണ്, അങ്ങനെ ചില അറിവുകളുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം കേട്ടോ, അങ്ങനെ ആരെങ്കിലും ചെയ്തുകൊണ്ട് നടന്നാൽ അവരുടെ പുറകെ നടന്ന് അവരെ പിൻപറ്റിക്കൊണ്ട് പോകാൻ നമുക്കൊട്ട് പറ്റുകയും ഇല്ല. ഇതാണ് ഈ ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നത്. ശരീഅത്തിന്റെ നിയമത്തെ മറികടന്നുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, അത് വലിയാകട്ടെ സാലിഹാകട്ടെ ആരുമാകട്ടെ, അങ്ങനെ ഒരു വ്യക്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അത് അവരും അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. അള്ളാഹുവും അവരുമായി നല്ല അടുപ്പമാണ്, ബന്ധമാണ്. അള്ളാഹു കൊടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നതാകാം. പക്ഷെ അതിനെ അനുകരിക്കാൻ, അതിനെ പിൻപറ്റാൻ, അതുപോലെ ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ലെന്ന് മൂസ നബി അവിടെ വെച്ച് അവസാനിപ്പിച്ചതിലൂടെ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരറിവാണ്. ആധുനിക കാലത്ത് ഔലിയാക്കന്മാരുണ്ട് എന്നുള്ളതിനെ നിഷേധിക്കുകയും ഔലിയാക്കന്മാരില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് അഹങ്കരിക്കുകയും ഒരു വശത്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഔലിയാക്കന്മാരില്ലാതെ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. ഔലിയാക്കന്മാരുണ്ട് എന്നുള്ളതിന് ഖുർആൻ സാക്ഷി. പക്ഷേ ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്ത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്തിനെ അവഗണിക്കുന്ന ആളുകൾ, കള്ളന്മാർ പെരുകുന്നൊരു കാലത്ത് യഥാർത്ഥ ഔലിയാക്കന്മാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മഹാന്മാർ പറഞ്ഞു തന്ന വഴികളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ആദരിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ അനുസരിച്ചവരാണ്. അവർ ശരീഅത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ്. അങ്ങനെ ശരീഅത്തിൻ്റെ അപ്പുറത്തേക്ക് അവർ പോയെങ്കിൽ നമ്മളവരെ ബഹുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവരെ പിന്നെ നമ്മൾ പിൻപറ്റുന്നില്ല, അവരെ പിന്നെ നമ്മൾ അനുകരിക്കുന്നില്ല, നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി മലയാള മണ്ണിൻ്റെ മഹാമനീഷിയാണ്, മലയാള പണ്ഡിത കുലത്തിൻ്റെ മഹാപടുവാണ്, മഹാപിതാവാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ. മഖ്ദൂം റഹിമഹുല്ലയാണ് ഈ ലോകത്ത് എന്താണ് വിലായത്തെന്ന്, എന്താണ് ശരീഅത്തെന്ന്, എന്താണ് തരീഖത്ത്, എന്താണ് ഹഖീഖത്തെന്ന് മലയാളത്തെ പഠിപ്പിച്ച, കേരളത്തെ പഠിപ്പിച്ച മഹാൻ പറയുകയാണ്, തഖ്വ കൊണ്ടല്ലാതെ ഒരു വലിയും ഉണ്ടാവുകയില്ല. തഖ്വല്ലിലാഹി മദാറു കുല്ലി സആദതി വതിബാഉ വഹുവ റഅസു ശർരി ഹബായിലാ. യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ച് ഈ മൃഗീയതയെ, പൈശാചികതയെ, രാക്ഷസീയതയെ ചെറുത്തു തോൽപ്പിച്ച് ലോകത്ത് മൃഗങ്ങൾ നിറയുമ്പോൾ, പിശാചുക്കൾ നിറയുമ്പോൾ, രാക്ഷസന്മാരെ കൊണ്ട് രക്തച്ചൊരിച്ചിലുകളുടെ എണ്ണം പെരുകുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുമായി അടുപ്പം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക, നിരോധനങ്ങൾ വെടിയുക. അതാണ് എല്ലാ വിജയത്തിൻ്റെയും അടിത്തറ. തഖ്വയാണ്.
തഖ്വ മുറുകെ പിടിക്കുക. ഒരു വലിയാണെന്ന് തീരുമാനിക്കുന്നത് തഖ്വ കൊണ്ടാണ്. ഇച്ഛകളുടെ പുറകെ പോകുന്ന ഔലിയാക്കന്മാർ എന്ന് അവകാശപ്പെടുന്നകളെ നമ്മൾക്കിന്ന് കാണാം. സ്ത്രീകളുമായി സല്ലപിക്കുന്നവർ, സ്ത്രീകളുമായി കൈകൊടുക്കുന്നവർ, സ്ത്രീകളുമായി കെട്ടിപ്പുണരുന്നവർ, നൃത്തം കളിക്കുന്നവർ, ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് വശംവദരാകുന്നവർ, അതുപോലെ തന്നെ മണിമാളികകളിൽ അഭിരമിക്കാൻ ശ്രമിക്കുന്നവർ, കൊട്ടാര സദൃശമായ കാറുകൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവർ, അങ്ങനെ ഇച്ഛയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ആളുകള് അവരൊരിക്കലും ഔലിയാക്കന്മാരാകുന്ന പ്രശ്നമല്ല, അതെല്ലാ നാശത്തിന്റെയും ശിരസാണ് എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ പറഞ്ഞുകൊണ്ട് പറയാ, ഇന്ന തരീഖ ശരീഅത്തുൻ വതരീഖത്തുൻ വഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്ഫിലാ. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ശരീഅത്ത്, തരീഖത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? ആദ്യം ശരീഅത്താണ്. നമ്മൾ ശരീഅത്തിന്റെ നിയമങ്ങളെ പരിപൂർണമായും അനുസരിച്ചു കൊണ്ടാകണം തരീഖത്തിന്റെ വഴികളിലൂടെ നമുക്ക് കടന്നു പോകാൻ. ശരീഅത്ത് കഴിഞ്ഞിട്ടേ തരീഖത്തുള്ളൂ. ഇന്ന തരീഖ ശരീഅത്തുൻ വതരീഖത്തുൻ വഹഖീഖത്തുൻ. ശരീഅത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നോക്കൂ, ഇത് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹയുടെ അദ്കിയയാണ്. അദ്കിയെ ഈ ലോകത്തൊരു പണ്ഡിതനും ചോദ്യം ചെയ്യുകയില്ല. അവിടെ നിന്ന് പറയുകയാ, ഫശരീഅത്തുൻ കസഫീനത്തിൻ വതരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഖലാ. ശരീഅത്ത് ഒരു കപ്പൽ പോലെയാ. കടലിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവൻ കടലിൽ ഇറക്കുന്ന കപ്പൽ പോലെയാണ് ശരീഅത്ത്. കടലിൽ ഇറങ്ങാൻ കപ്പലില്ലാതെ പറ്റില്ല. ശരീഅത്തില്ലാതെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന തരീഖത്തിന്റെ ആളുകൾക്ക് ശരീഅത്തില്ലാതെ പറ്റില്ല. തരീഖത്ത് എന്ന് പറയുന്നത് കൽബഹരി, കടല് പോലെയാണ്. കടലില്ലാതെ മുത്തുവരാൻ പറ്റില്ല. ഹഖീഖത്ത് എന്ന് പറയുന്നത്, യഥാർത്ഥ ആത്മജ്ഞാനത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് കടലിൽ അമർന്നു കിടക്കുന്ന വിലമതിക്കാനാവാത്ത മുത്തുകളാണ്. മുത്തെടുക്കാൻ ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് ആദ്യം ശരീഅത്താകുന്ന കപ്പൽ വേണം, ശേഷം കടലാകുന്ന തരീഖത്താകുന്ന കടല് വേണം, അതിനുശേഷം മാത്രമേ അടിയിൽ കിടക്കുന്ന മുത്തെടുക്കാൻ പറ്റുള്ളൂ. ശരീഅത്തില്ലാതെ, അതുപോലെ തന്നെ ശരിയായ തരീഖത്തില്ലാതെ ആർക്കെങ്കിലും ഹഖീഖത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും വലിയ കള്ളനാണ് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും മുഴുവൻ ഔലിയാക്കന്മാരും ഈ ലോകത്ത് നമ്മളെ പഠിപ്പിച്ച വഴി എന്താണെന്നറിയാമോ? അവർ വളരെ കൃത്യമായി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുചര്യകളെ തങ്ങളുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട്, സുന്നത്തിന് മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരവരുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിലൂടെ മുന്നേറിയതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്ത്, നബി ചര്യ, അതില്ലാതെ ഒരു വലിയനും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആദ്യം ശരീഅത്തിൽ ഉറച്ചു നിൽക്കുക, അതിനുശേഷം സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔലിയാക്കന്മാരെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മളോട് പറയുന്ന ഹദീസിൽ കാണാം. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖാല, അല്ലാഹു പറയുകയാണ്, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു വലിയനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ അള്ളാഹുവിനോട് അവൻ യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹുവിൻ്റെ ഒരു വലിയനെ നിന്ദിക്കാനോ നിഷേധിക്കാനോ ശ്രമിച്ചവൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിനോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ഉണ്ടാകുന്നത്, ഒരു വലിയ ജനിക്കുന്നത്. റസൂലുള്ളാഹി പറയാം, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലൈ മിമ്മ ഫറൽതുഹു അലൈഹി. ഞാൻ ഫർളാക്കിയ കാര്യം ചെയ്യാതെ ഒരാളും എന്നോടടുക്കുന്ന പ്രശ്നമില്ല. ഏത് വലിയാണ്, ഏത് ഷെയ്ഖാണ്, ഏത് ഖുത്ബാന്ന് പറഞ്ഞാലും ഫർളായ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അടുത്തു എന്നാര് പറഞ്ഞാലും വിശ്വസിക്കേണ്ടതില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫർളായ കാര്യം അനുഷ്ഠിച്ചുകൊണ്ടല്ലാതെ എന്നോടൊരടിമയും അടുക്കുന്ന പ്രശ്നമില്ല.
ഫറള് അനുഷ്ഠിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ വലിയമാരുണ്ട്. ആ വലിയനോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചവനാണ്. പക്ഷേ മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി, ഞാൻ ഫർളാക്കിയത് ചെയ്യാതെ എന്നോട് ആരും അടുക്കൂല. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എൻ്റെ ഒരു ദാസൻ എന്നോട് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നോടുള്ള അടുപ്പം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഫർളുകൾ കൃത്യമായി പൂർത്തിയാക്കിയിട്ട് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതെന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സുന്നത്തുകളിലൂടെ നമ്മൾ അള്ളാഹുവിനോട് അടുക്കണം. അള്ളാഹുവിനോട് അടുപ്പം ആഗ്രഹിക്കുന്ന ഔലിയാക്കന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിക്കോ, സുന്നത്തുകൾ ഫർളുകൾ വിട്ടിട്ടൊരടുപ്പമില്ല. വാതിൽ തുറക്കില്ല. ഫർളാണ് വാതിൽ. ഫർളാണ് അള്ളാഹുവിനോടുള്ള അടുപ്പത്തിന്റെ വാതിൽ. പിന്നെ അങ്ങോട്ടുള്ള അടുപ്പം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാ? സുന്നത്ത് കൊണ്ടാണ്. ഓർത്തു വെച്ചുകൊള്ളുക, സുന്നത്തിലെ അള്ളാഹുവിനോട് ആരെങ്കിലും അടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ട എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ബോസ് ഒരു തൊഴിലാളിക്ക് ജോലി നൽകി. കമ്പനി നല്ല ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ തൊഴിലാളികൾക്ക് ഒരു ബോസ് തൊഴിൽ നൽകി. 100 പേരെ തൊഴിലെടുത്തു, കൂലിക്കെടുത്തു. 100 പേർക്കും 5 മണി വരെ, രാവിലെ 8 മണി മുതൽ 5 മണി വരെ പടി കൊടുത്തു. 5 മണിയാകുമ്പോൾ കൃത്യമായിട്ടും ഈ 100 പേരും 99 പേരും ഇറങ്ങിപ്പോവും. എന്താ? ബോസ് കൃത്യമായി ബോസ് പറഞ്ഞ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കൂലേ? ഫർളായ ഉത്തരവാദിത്തമാണ് ബോസ് ഏൽപ്പിച്ച രാവിലെ 8 മുതൽ 5 മണി വരെയുള്ള പണി എന്ന് പറയുന്നത് ഫർളായ ജോലിയാ. ഫർള് ചെയ്ത ആൾക്ക് ബോസ് കൃത്യമായി ശമ്പളം കൊടുക്കും. അതിനപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ഒരു ആനുകൂല്യത്തിനും അയാൾക്ക് അവകാശമൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യൻ, ആ 100 പേരിൽ ഒരു മനുഷ്യൻ മാത്രം 5 മണി കഴിഞ്ഞും തൻ്റെ ഫയലുകൾ പൂർത്തിയായിട്ടില്ല, ഇനിയും ഒരുപാട് ഫയലുകൾ ബാക്കിയാ. ഒരു ചെറുപ്പക്കാരൻ ആത്മാർത്ഥതയോടുകൂടി ഇരുന്നു കൊണ്ട് അവൻ്റെ ഓഫീസിൽ 6 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ അധിക ജോലി ചെയ്യുന്നതായി ബോസ് കണ്ടാൽ, പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്നത് എന്താണ്? 99 പേരും തൻ്റെ ജോലി പൂർത്തിയാക്കി ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ബാധ്യത നിർവഹിച്ചിറങ്ങിപ്പോയപ്പോൾ ഇതാ ഒരാൾ മാത്രം, ഒരുവൻ മാത്രം അവൻ്റെ ഉത്തരവാദിത്വം, അവൻ്റെ സമയം കഴിഞ്ഞിട്ടും തന്നോടുള്ള അല്ലെങ്കിൽ തൻ്റെ ഓഫീസിനോടുള്ള പ്രത്യേകമായ ഉത്തരവാദിത്വ ബോധത്തിൻ്റെ പേരിൽ അധിക ഭാരം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന് കണ്ടാൽ ആ ബോസ് അവൻ ആനുകൂല്യം കൊടുക്കൂലേ? അവൻ ഇൻക്രിമെന്റ് കൊടുക്കൂലേ? ഇതാണ് ഫർളും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് ഫർളായ നമസ്കാരത്തിലും നോമ്പിലും ഒക്കെ സക്കാത്തിലുമൊക്കെ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഫർദ് നിസ്കരിക്കാൻ തയ്യാറാണ്, പക്ഷേ റവാത്തിബു സുന്നത്ത് പോലും മുമ്പോ പിമ്പോ ഉള്ളത് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ, അതിൽ നിന്ന് നമ്മൾ ഒഴിവായി നടക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഔലിയാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് കളയാം, അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പം സ്ഥാപിച്ച് കളയാം എന്ന് നമ്മൾ ആരും കരുതണ്ട. അള്ളാഹുവിനോടുള്ള അടുപ്പത്തിന് മഹാന്മാരുപയോഗിച്ച വഴി എന്താ? ഫർളിൽ വീഴ്ചയില്ല. പിന്നെയോ സുന്നത്തുകളുടെ എണ്ണം അളവ് കൂട്ടുക. അടുത്തെന്താ? സുന്നത്തുകളുടെ അളവ് കൂട്ടുകയാണ്. അങ്ങനെ സുന്നത്തുകളുടെ അളവ് കൂട്ടിയാലോ വലായ സാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, നഫലുകൾ കൊണ്ട് സുന്നത്തുകൾ കൊണ്ടൊരു ദാസൻ എന്നോട് അടുത്തോണ്ടിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ അവൻ എൻ്റെ ഇഷ്ടക്കാരനായി മാറും. അതെ, എല്ലാവരും ഫർള് നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്നിറങ്ങി, മവ്വൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ഫർള് നിസ്കരിച്ചിട്ട് ലോഹർ നിസ്കാരം കഴിഞ്ഞിറങ്ങി. അവരോട് അല്ലാഹ്ക്ക് പരാതിയില്ല. അവരെ ഞാൻ വിളിച്ചിടത്ത് അവർ വന്നു, ഞാൻ ഏൽപ്പിച്ച ജോലി അവർ പൂർത്തീകരിച്ചു, അവരുടെ ശമ്പളം അല്ലാഹ് പൂർത്തിയാക്കി കൊടുക്കും. അവരെ അല്ലാഹു തആല പണിഷ് ചെയ്യോ? ശമ്പളം കൊടുക്കും, അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കും. അല്ലാഹു തആല പണിഷ്മെന്റ് ഒന്നും കൊടുക്കൂല. പക്ഷേ സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി, ലോഹർ നമസ്കാരത്തിന്റെ 2 or 4 റക്അത്ത് സുന്നത്തിന് വേണ്ടി ആ കൂട്ടത്തിൽ ഒരു 5 or 10 പേര് എഴുന്നേറ്റ് നിന്നാൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല പറയുകയാണ്, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. അതിനെക്കുറിച്ച് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി ഹദീസ് ബൈത്താക്കി പറയുകയാണ്, വഹതമ്മ ബിൽ ഫർളില്ലദീ ലാ യഖറബു മിൻ ദിൽ അതാഇ ബിമിത്ലി ദാലിക അക്മലാ. അള്ളാഹുവിനോട്
അടുപ്പം സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വഴിയെ പ്രണയിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമെ, വഹത്തം മാതി ഗൗരവം കൽപ്പിക്കണം, പ്രാധാന്യം കൊടുക്കണം. ബിൽ ഫർളി, ഫർളിന്. ഏത് ഫർള്? അല്ലദീ ലാ യഖ്റുബു മിൻ ദിൽ അതാഇ, ഉദാരമതിയായ അല്ലാഹുമായി അതുകൊണ്ടല്ലാതെ ബിമിസ്ലി ദാലിക, മറ്റൊന്നുകൊണ്ടും അടുക്കാൻ പറ്റൂല. ഫർളാണ് അടുപ്പത്തിന്റെ വാതിൽ. അത് നീ ഗൗനിച്ചോ. 5 നേരത്തെ നിസ്കാരം എത്ര ഉറക്കത്തിന്റെ ചടവിലാണെങ്കിലും സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ ദാക്ഷിണ്യ ലേശമില്ലാതെ നീ എഴുന്നേറ്റ് നിസ്കരിച്ചോ. നിന്റെ അള്ളാഹുമായി നിനക്ക് അടുപ്പത്തിന്റെ വാതിൽ തുറന്നു കിടക്കും, അത് അടഞ്ഞു പോകൂല. ലോഹർ എത്ര തിരക്കിനിടയിലാണെങ്കിലും ആ നമസ്കാരത്തിൽ നീ ജാഗ്രത പുലർത്തിക്കോ. നിന്റെ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ വാതിൽ അടഞ്ഞു പോകൂല എന്ന് നമ്മളോട് സൂചിപ്പിക്കുകയാണ്. മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു, പക്ഷേ നേരത്തെ പറഞ്ഞ ഹദീസാ, മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു, എന്റെ ദാസൻ നഫിൽ നമസ്കാരങ്ങൾ കൊണ്ട്, നഫിലായ ഇബാദത്തുകൾ കൊണ്ട് എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അടുത്തടുത്ത് എവിടം വരെ എത്തും? ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിച്ചു പോകും, അവൻ എൻ്റെ ഇഷ്ടക്കാരനാകും, ഞാൻ അവൻ്റെ പ്രിയനാകും. അതാണ് ഇവിടെ പറഞ്ഞത്. ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ, അവൻ്റെ കയ്യും കാലും കണ്ണും ഞാനാകി മാറും. എന്തുകൊണ്ടാ കയ്യും കണ്ണും കാലുമായി ഒരു പാവപ്പെട്ട മനുഷ്യൻ മാറുന്നത്? അള്ളാഹുവിൻ്റെ കയ്യായി കണ്ണായി കാലായി എന്ന്, അല്ലെങ്കിൽ അവൻ്റെ കണ്ണായി കാലായി കയ്യായി അള്ളാഹു മാറുമെന്ന് പറഞ്ഞത് സുന്നത്ത് കൊണ്ടാണ്, സുന്നത്ത് കൊണ്ടാണ്. ഓർത്തു വെച്ചോളൂ. നഫ്ലായ ഇബാദത്തുകൾ എന്തിനാണ്? ഫർള് വീട്ടിയില്ലേ എന്ന് വിചാരിച്ച് ഇബാദത്തുകാരായ നിസ്കാരക്കാരായ പല സഹോദരങ്ങളും വഴിമാറി നടക്കുന്നത് കാണാറുണ്ട്. അള്ളാഹുവുമായി അടുപ്പം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ നാളുകളിൽ നമ്മൾ ആ വഴി ഉപേക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, വേദഹുല്ലദീ യബ്തുഷു ബിഹി, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, വരിജ്ലഹുല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. അങ്ങനെ ഹത്താ അകൂന ലഹു യദം വൽ റജുല, അവൻ്റെ കയ്യും കാലുകളും നാമാകും. വസംഅ മിൻഹു സുമ്മ ഐനം ബാസിറാ, അവൻ്റെ കണ്ണും അവൻ്റെ കാതും നാമാകും. അല്ലാഹു തആല ആയി മാറും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മളുടെ കണ്ണുകൾക്ക് പിന്നെ വേറെ ഒരു ഹറാമും കാണാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? എനിക്ക് ഹറാമ് കാണാതിരിക്കാൻ കഴിയില്ല, അതല്ലേ? ഹറാമ് കാണാതിരിക്കാൻ കഴിയില്ല. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദര, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ആളുകളുള്ളപ്പോൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വഅളാണ് കേൾക്കുന്നത്, പരിശുദ്ധമായ ഖുർആനിന്റെ ഖിറാഅത്താ കേൾക്കുന്നത്, ആൾക്കൂട്ടത്തിൽ തഖ്വയാണ്. പക്ഷേ വീടിന്റെ സ്വകാര്യതയിലേക്ക് മൊബൈൽ ഫോണുമായി അവന്റെ കിടപ്പുമുറിയിലേക്ക് കയറുമ്പോൾ അതിലവൻ കേൾക്കുന്നതെന്താ, കാണുന്നതെന്താ? കാണരുതെന്ന് ആഗ്രഹമുണ്ട്, വേണ്ടാത്തതൊന്നും. കേൾക്കരുതെന്ന് ആഗ്രഹമുണ്ട്, വേണ്ടാത്തതൊന്നും. പക്ഷേ കാണാതിരിക്കാൻ കഴിയില്ല, അല്ലേ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിന്റെ ഉത്തരമാണ് ഈ ഹദീസ്. ഹത്തായക്കു, എന്തുകൊണ്ടാണ്? അവൻ നഫ്ലായ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനോട് അടുത്താൽ ഫർള് മാത്രം പോരാ, നഫ്ലായ ഇബാദത്തുകൾ ധാരാളം ചെയ്താൽ അള്ളാഹു അവൻ കാണുന്ന കണ്ണായി മാറുമെന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണുകൊണ്ട് പിന്നെ ഹറാമ് കാണാൻ അവൻ അനുവദിക്കില്ല, അവന് കഴിയുകയേയില്ല. ഇന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പക്ഷേ നഫ്ല് കൊണ്ട് അള്ളാഹുവിനോട് അടുത്താൽ ആ കണ്ണുകൊണ്ട് പിന്നെ നമുക്ക് അത് പരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പരീക്ഷിച്ചാൽ മനസ്സിലാവും. ആ കണ്ണുകൊണ്ട് ഹറാമ് വരുമ്പോൾ അപ്പം തന്നെ ആ ഹറാമിൽ നമ്മൾ അകന്നു പോകും. അള്ളാഹു നമുക്ക് ആ മഹാഭാഗ്യം തരുമാറാകട്ടെ. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ജീവിതം കൊണ്ട് നമ്മൾ നേടേണ്ട നേട്ടം. പടച്ച തമ്പുരാൻ നമ്മുടെ സ്വന്തമാകണം. നമ്മളെ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കേണ്ടത്. മുൻഗാമികളായ അമ്പിയാക്കന്മാരെ കൊണ്ട് ലോകം നിലനിന്നു. അതിനുശേഷം ഔലിയാക്കന്മാരെ കൊണ്ട് നിലനിർത്തുകയാണ്. ആ മഹാരഥന്മാരുടെ ആ ചുവട്ടടി പാതകൾ പിന്തുടർന്നുകൊണ്ട് നാമും അവരെ പോലെയായില്ലെങ്കിലും അവരുടെ വഴിയെ എങ്കിലും നടന്നുകൊണ്ട് ഒരല്പ സ്വല്പം തഖ്വയെങ്കിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ സൂക്ഷിച്ച്, നമ്മുടെ കാതുകൾ സൂക്ഷിച്ച്, നമ്മുടെ കൈകൾ സൂക്ഷിച്ച്, നമ്മുടെ കാലുകൾ സൂക്ഷിച്ച് നമ്മൾ ഈ ലോകത്ത് നിലനിന്നാൽ
ഈ ലോകത്ത് സമാധാനം തരും അല്ലാഹ്. ഈ ലോകത്തെ അല്ലാഹു നിലനിർത്തുമെന്നുള്ള വാഗ്ദാനമാ. സഹോദരങ്ങളെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവൻ കാണുന്ന കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ കണ്ണുകൊണ്ട് മോശം കാണൂല. അവൻ കേൾക്കുന്ന കാത് നമ്മളാകുമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് പിന്നെ ആ കാത് കൊണ്ട് പിന്നെ മോശം കേൾക്കൂല. അവൻ പിടിക്കുന്ന കൈ അതാകുമെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പിന്നെ മോശമൊന്നും പിടിക്കൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. നമ്മുടെ പൊന്നുമോൻ ഞങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് വരികയാണ്. ഇവിടെ ഈ മഹത്തായ സദസ്സ് ദിവസങ്ങളായി നടന്നു വരികയാണ്. ഇതിൻ്റെ ചെലവുകൾക്ക് വേണ്ടി, പിരിവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ആ കുഞ്ഞിൻ്റെ ബക്കറ്റിൽ, അവൻ കൊണ്ടുവരുന്ന ആ ബക്കറ്റിൽ നിങ്ങളുടെ പരമാവധി സംഭാവനകൾ നിക്ഷേപിച്ചുകൊണ്ട് ഈ സദസ്സിൻ്റെ ബർക്കത്തിൽ നിങ്ങൾ ഭാഗഭാക്കാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ചെലവുകളുണ്ട് എന്നതിനപ്പുറത്ത് ഇത്തരം മജ്ലിസിൽ നാം അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശിനും അള്ളാഹു തആല വലിയ പകരം ഇപ്പം തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പാഴാകില്ല. കൊടുത്തതാണ് ലാഭം, കൊടുക്കാത്തതാണ് നഷ്ടം എന്ന് മാത്രം ഒറ്റ വാക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ ബക്കറ്റിനോട് കാര്യമായി പരിഗണിക്കണം, അതിലൊരു കുറവും വരുത്തരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാനിനി വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഈ മഹത്തായ ഉറൂസ് നടക്കുമ്പോൾ, നമ്മൾ ആ ഔലിയാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവിടെ തടിച്ചുകൂടുമ്പോൾ, അവരുടെ സ്മരണകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ മാത്രമല്ല, ഇതൊരു ചടങ്ങാക്കി മാറ്റാൻ മാത്രമല്ല, ഇത് നാടിൻ്റെ ഒരു ഉത്സവമാക്കാൻ മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മുടെ നാട്, നമ്മുടെ നാട്ടാര്, നമ്മുടെ വരും തലമുറ പഠിക്കേണ്ട ഒരു മഹനീയമായ പാഠമുണ്ട്. അവർ പോയ വഴിയെ പോകാൻ ഇനിയുള്ള നമുക്ക് കഴിയുമോ? ഇനിയുള്ള നമുക്ക് കഴിയോ? നമ്മുടെ മക്കൾക്ക് കഴിയുമോ? അമേരിക്ക പറ്റില്ല, യൂറോപ്പിൽ പറ്റില്ല. അവിടെ കള്ളും പെണ്ണും കഞ്ചാവും അവരുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി. ഇനി ഒരു നല്ലതിനും അവർക്ക് അവസരമില്ല. ഇന്ത്യ ഒട്ടുക്കുമെന്ന് വെറുപ്പ് വ്യാപിക്കുകയാണ്, അക്രമവാസന പെരുകുകയാണ്. സ്നേഹം അറിയില്ല, സമാധാനം അറിയില്ല, സന്തോഷം അറിയില്ല, ആത്മീയത അറിയില്ല. വെറുപ്പ്, വീണ്ടും വെറുപ്പ്. ലോകം മുഴുവൻ ഇന്ത്യ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരളം ശാന്തമായിരുന്നു, സമാധാനപൂർണമായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലും ഇന്ന് എന്തെല്ലാം കേരള സ്റ്റോറിയെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയണില്ല. ഇല്ലാത്ത പച്ചക്കള്ളം, നട്ടാ കുരുക്കാത്ത നുണ. 32,000 പേര് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറം രാജ്യത്തേക്ക് കയറിപ്പോയെന്ന്. 32,000 പേര് വേണ്ട, 32 പേര് പോയാൽ ഒരു 100 പേര് ഈ രാജ്യത്ത് നിന്ന് പുറത്തോട്ട് പോയാൽ എത്ര വീടുകളിൽ നിലവിളി ഉണ്ടാവും? നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ഈ രാജ്യത്ത് ആരെങ്കിലും പറഞ്ഞോ? ആകെപ്പാട് ഒരു 3 പേരുടെ കഥ കേട്ടു. അതുപോലും ക്രിസ്ത്യാനികളായിരുന്ന ചെറുപ്പക്കാരും മതം മാറിയിട്ട് ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ മതം മാറ്റി ഐസിസിലേക്ക് കൊണ്ടുപോയെന്നാ അല്ലേ? കൃത്യമായി തെളിവ് വന്ന 3 സംഭവത്തിൽ പോലും വന്നത് അതാണ്. അങ്ങനെയുള്ള സംഭവം അല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല. അതിൽ പോലും മുസ്ലിമീങ്ങളല്ല പ്രതി, മതം മാറി തട്ടിപ്പ് നടത്തിയ ക്രിസ്ത്യൻ യുവാക്കളാണെന്ന് നമ്മൾ കണ്ടതാണ്. എന്നിരിക്കെ ഇവിടെ 30,000 പേര് ഐസിസിലേക്ക് പോയെന്ന നുണയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പോലും വെറുപ്പ് വളർത്താനും നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കാനും ഇവിടെയും യൂറോപ്പിലെ പോലെ അമേരിക്കയിൽ പോലെ അക്രമം വളർത്തുന്ന, കത്തിക്കുത്ത് നടത്തുന്ന, വെടിവെച്ച് കൊല്ലുന്ന, യുപിയിലെ പോലെ കത്തിക്കു കുത്തിക്കൊല്ലുന്ന വെറുപ്പുണ്ടായാൽ അങ്ങനല്ലേ? ആളുകളെ ഉൽപ്പാദിപ്പിക്കാനും ഈ രാജ്യത്ത് ജനങ്ങൾ ശ്രമിക്കുമ്പോ ഈ വെറുപ്പിനെതിരിൽ ഒരു വലിയ പ്രതിരോധം തീരേണ്ടതുണ്ട്. അതാണ് കാര്യം. ഈ വെറുപ്പിങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വെറുപ്പ് താനേ മാറുമെന്നാണോ? വെറുപ്പ് താനേ മാറില്ല. വെറുപ്പ് മാറാനുള്ള വഴിയാണ് നബിമാരുടെ വഴി. വെറുപ്പ് മാറാനുള്ള വഴിയാണ് ഔലിയാക്കന്മാരുടെ വഴി. ഒരു നബിയും ഒരു വലിയും ഇതുവരെ ആരെയും വെറുത്തിട്ടില്ല. എന്താ ഔലിയാക്കന്മാരുടെ സ്വഭാവം? ഔലിയാക്കന്മാർക്ക് ആർക്കെങ്കിലും ഈ ലോകത്ത് എന്തെങ്കിലും വെറുപ്പുണ്ടായിരുന്നു എന്ന് ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഔലിയാക്കന്മാരുടെ ഉസ്താദാ, ഔലിയാക്കന്മാരുടെ തലവന. എന്താണ് ഔലിയാക്കന്മാരുടെ തലവന്റെ ഗുണം? അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്, വലാകിൻ, അദ്ദേഹം എങ്ങനെയാ വലിയായത്?
ഒത്തിരി നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ ഒത്തിരി സുന്നത്ത് നിസ്കരിച്ചിട്ടോ അല്ല, അതിനും അപ്പുറത്ത് അദ്ദേഹത്തെ വളർത്തിയത് എന്താണ്? വലാകിൻ ബിസിദ്ഖിൽ വറഅ്, സൂക്ഷിച്ചുള്ള ജീവിതം, സൂക്ഷിച്ചുള്ള ജീവിതം, ഒരു ഹറാമിലും പോകാത്ത ജീവിതം. വിലായത്തിന്റെ മർത്തബയിലേക്ക് മുഹീദ്ദീൻ ഷെയ്ഖിന് ഇന്ന് ഹറാമിനൊരു മടിയില്ല, നിസ്കരിക്കാനും മടിയില്ല, കള്ളു കുടിക്കാനും മടിയില്ല, നിസ്കരിക്കാനും മടിയില്ല, ലഹരി MDMA അടിക്കാനും മടിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ വിലായത്തിലേക്ക് എത്തിച്ചേരുന്ന. ഒത്തിരി നിസ്കാരമല്ല, ഒരുപാട് നിസ്കരിച്ചു എന്നിട്ട് കള്ളു കുടിച്ചു, എവിടെയെങ്കിലും എത്തുവോ? എത്തൂല. ഒരുപാട് നോമ്പ് വെച്ചു എന്നിട്ട് ലഹരി അടിച്ചു, എവിടെയെങ്കിലും എത്തുവോ? എത്തൂല. മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒത്തിരി നിസ്കരിച്ചത് കൊണ്ടല്ല, വലാ സിയാമിന് ഒത്തിരി നോമ്പ് വെച്ചത് കൊണ്ടല്ല അദ്ദേഹം ആ പദവിയിലെത്തിയത്. വലാകിൻ ബിസിദ്ഖിൽ വറഇ, വളരെ സത്യസന്ധമായ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തിയത് കൊണ്ടാണ്. വഹുസ്നിൻ നിയ്യതി, നല്ല ഉദ്ദേശം മനസ്സിൽ കൊണ്ട് നടന്നതുകൊണ്ടാ. നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് വലിയാകാൻ അധികമൊന്നും വേണ്ട. എന്താണെന്നറിയോ? അവൻ്റെ നിയ്യത്ത്, ഉദ്ദേശം മുഴുവൻ നല്ലതായിരിക്കണം. ആരെയും ഉപദ്രവിക്കണമെന്നില്ല, ആരെയും ചതിക്കണമെന്നില്ല, ആർക്കും ഒരു ദ്രോഹവും വരണമെന്നില്ല, എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ള നല്ല ഉദ്ദേശം മാത്രമേ എന്ത് ചെയ്താലും നല്ല സതുദ്ദേശത്തോടുകൂടിയേ ചെയ്യുള്ളൂ. ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യില്ല, ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യില്ല. നല്ല ഉദ്ദേശം, ഇതാണ് വിലായത്തിന്റെ മഹാന്മാർ ഉയർത്തിപ്പിടിച്ച നല്ല ഗുണം. പടച്ചതമ്പുരാൻ ആ ഗുണം നമുക്കും തരുമാറാകട്ടെ. എന്ത് നല്ല ഉദ്ദേശത്തിൽ ചെയ്യണം. ഇന്ന് ഞാൻ സങ്കടത്തോടു കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ നന്മ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് പോലും എന്ത് ചെയ്യുമ്പോഴും നല്ല ഉദ്ദേശം കുറവാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നല്ല ഉദ്ദേശം കുറവാണ്. ചിലപ്പോൾ ചെയ്യണത് രാഷ്ട്രീയത്തിന് വേണ്ടിയായിരിക്കും. എൻ്റെ പാർട്ടിക്ക് വേണ്ടി നന്മ ചെയ്യും, ഉദ്ദേശം പോയില്ലേ? പാർട്ടിക്ക് വേണ്ടി നന്മ ചെയ്യും, സതുദ്ദേശം പോയില്ലേ? പാർട്ടിക്ക് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾക്ക് ഉപകാരമാകാൻ വേണ്ടിയാ. സംഘടനയ്ക്ക് വേണ്ടി ചെയ്യും, അല്ലാതെ ചെയ്യൂല. തീർച്ചയായും നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എടുക്കാ ചരക്കാണ്. പുല്ലിന്റെ വില പോലും റബ്ബിനില്ല. സംഘടനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. സംഘടനയുടെ പേര് പറഞ്ഞ് ആദർശത്ത് പൊരുത്തമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിൽ തന്നെ ഒരേ ആദർശം വിശ്വസിക്കുന്ന ആളുകൾ പോലും സംഘടന ഒന്നാണ് എങ്കിൽ അവനെ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ, വേറെ സംഘടന ഒന്നായിപ്പോയാൽ അവനോട് എനിക്ക് വെറുപ്പാ എന്ന് പറയുന്ന, അവനോട് അടുക്കില്ല എന്ന് പറയുന്ന, അവനോട് അടുക്കല്ല എന്ന് പറയുന്ന, അവൻ മരിച്ചാ പോകൂല എന്ന് പറയുന്ന, അവൻ മയ്യത്ത് നിസ്കരിക്കില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറൂസ് നടത്തണ്ട, അവരൊരു വലിയനെയും കൊണ്ട് നടക്കണ്ട. അവര് വലിയ ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ ഗുണമായ ഈ സൂക്ഷ്മത അവർക്കില്ല, ഹുസ്നുൻ നിയ്യത്തില്ല, സതുദ്ദേശമില്ല. ഒരു സംശയം വേണ്ട. സതുദ്ദേശം അള്ളാഹു പരിഗണിക്കുന്നത് എന്താണെന്നറിയോ? ഹുസ്നുൻ നിയ്യത്ത്, നല്ല നിയ്യത്താ വേണ്ടത്. ഏത് സംഘടനയും ആ സംഘടനയിലായിക്കോ, അതിൽ പ്രവർത്തിച്ചോ, പക്ഷെ അവനും പ്രവർത്തിച്ചോട്ടെ. ഞാനും പ്രവർത്തിക്കുന്നു എൻ്റെ സംഘടനയിൽ, പക്ഷെ അവനെ പൊളിക്കാനല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, എന്നെ പൊളിക്കാനല്ല അവൻ പ്രവർത്തിക്കുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയാ സംഘടന പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോം മാത്രമാണ്. സംഘടന പ്രവർത്തിക്കാനൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്, അല്ല സംഘടനയ്ക്ക് വേണ്ടിയാവുക. ചില ആളുകളുണ്ട്, എൻ്റെ സംഘടനയുടെ ആൾ വന്നാൽ പ്രസംഗത്തിന് പോകോ, മറ്റേ സംഘടനക്കാരൻ വന്നാൽ പോണ്ട. അല്ലാഹു അക്ബർ. അതൊരു ഷിർക്കാണ് സത്യത്തിൽ. അത് സംഘടനയല്ല, അത് സുന്നത്ത് ജമാഅത്തും ആവില്ല, അതൊരു ബിദ്അത്ത് ജമാഅത്തും ആവില്ല, അത് സത്യത്തിൽ ഷിർക്കാ. എൻ്റെ ആളാണെങ്കിൽ ആകാം, എൻ്റെ ആളല്ലെങ്കിൽ എൻ്റെ സംഘടന അല്ലെങ്കിൽ വേണ്ട. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധമാണ്. നമ്മുടെ കേരളീയ ഇസ്ലാമിക സമൂഹം മികച്ച പണ്ഡിതന്മാരാൽ സമ്പന്നമാണ്. ഒന്നാം തരം സംഘടനകൾ നമുക്കുണ്ട്, നല്ല സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ സംഘടനാ സങ്കുചിതത്വം കൊണ്ട് നമ്മുടെ എല്ലാ ഹൈറും ചോർന്നു പോയി, വിള്ളലായി ഭിന്നതയായി തമ്മിലടിയാണെന്ന് അറിഞ്ഞുപോയി. അതുകൊണ്ട് കേരള സ്റ്റോറി നമ്മുടെ നെഞ്ചത്തിറക്കാൻ ആർക്കും മടിയില്ല. അതാ കാരണം ഇവന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തമ്മിലടിച്ച് തലയിലേക്ക് കീറിക്കോളൂന്നറിയാം. നിർത്തണ്ട ഈ പണി. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അവരുടെ വഴി തിരഞ്ഞെടുക്കുകയാണ്. അവരെന്തായിരുന്നു ചെയ്തത്? അവരെല്ലാവരെയും സ്നേഹിച്ചു. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളാഹുവിന്റെ കൈകളാൽ 5000 ജൂത ക്രൈസ്തവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഉണ്ടോ? അവരിങ്ങനെ വരുന്നു, അവരുടെ ആ നന്മ കണ്ടിട്ട് അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. 1,00,000 പാപികൾ പശ്ചാത്തപിച്ചു. നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളാണെങ്കിൽ
നമ്മളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ നമ്മളുടെ മുമ്പിൽ വരുന്ന ആളുകൾ പശ്ചാത്തപിക്കില്ലേ? നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ നമ്മുടെ പരിശുദ്ധ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ദീനിലേക്ക് കടന്നു വരാൻ പോലും തയ്യാറാവില്ലേ? ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്ര സംഘടനകൾ, എത്ര പണ്ഡിതന്മാർ പ്രവർത്തിക്കുന്നു. ആരെങ്കിലും ഈ ദീൻ തേടി വരുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടിയല്ലേ, കത്തിക്കുത്തല്ലേ. ആർക്കെങ്കിലും പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും സംഘടനാ സങ്കുചിതത്വം ഉണ്ടെങ്കിൽ ഒരു ഉറൂസ് നടത്തിയിട്ടും കാര്യമില്ല, ഒരു വലിയനെ കുറിച്ച് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അള്ളാഹിന്റെ ഔലിയാക്കൾ അത്തരക്കാരല്ല. മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളാഹിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ഹുസ്നുൽ ളന്നാണ്. എല്ലാത്തിലും നല്ല ഉദ്ദേശമേ ഉള്ളൂ. ആരെന്ത് ചെയ്താലും ദീനിന് ഗുണമായിരിക്കട്ടെ എന്ന് മാത്രമേ ചിന്തിക്കൂ. വസലാമത്തിൽ ഖുലൂബ്. അടുത്ത ഗുണം എന്താ? ഔലിയാക്കന്മാരുടെ ആളുകളുടെ അടുത്ത ഗുണം എന്താണെന്നറിയോ? സലാമത്തുൽ ഖുലൂബ്. അതിനകത്ത് ആരോടും പകയില്ല, ശുദ്ധ ഹൃദയം. ആരോടും വിരോധമില്ല. മുസ്ലിം ഉമ്മത്ത് എന്ന ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. ശരിയാണ്, ആദർശത്തിൽ നമുക്ക് വ്യത്യാസമുണ്ട്. അഹ്ലു സുന്നത്തും അല്ലാത്തതും ഒന്നല്ല. അഹ്ലു സുന്നത്തിൻ്റെതല്ലാത്ത ആളുകളോട് നമ്മൾ വിയോജിക്കേണ്ടതുണ്ട്, അവരെ തിരുത്തേണ്ടതുണ്ട്, അവരെ വിമർശിക്കേണ്ടതുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അതുകൊണ്ട് അവർ മുസ്ലിമിനോട് പോലും ഇല്ലാത്ത വിധത്തിലുള്ള ശത്രുത അവരോട് വെച്ച് പുലർത്തണ്ട. അവരും നന്നാകണ്ടേ? അവരും നന്നാകണം. ശത്രുത വേണ്ട. കുഫറിനോട് പോലും ശത്രുത റസൂലിനില്ലല്ലോ. ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുമിനു ബിഹാദൽ ഹദീസി അസഫാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, നബിയെ ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം, ഈ വിശ്വസിക്കാത്ത ഈ മുശ്രിക്കുകളുടെ പുറകെ നടന്നിട്ട് അങ്ങ് നശിച്ചു പോകുമോ, അങ്ങ് നശിക്കുമോ എന്നെനിക്ക് പേടിയാകുന്നല്ലോ. സങ്കടം കൊണ്ട് ഇവന്മാരുടെ പുറകെ നടന്നിട്ട് നബിക്ക് സങ്കടമേ ഉള്ളൂ. എന്നെ വിശ്വസിച്ചില്ല, എന്നെ അനുസരിക്കാത്ത ആളുകളോട് അള്ളാഹുവിന്റെ റസൂലിന് സങ്കടമേ ഉള്ളൂ, പ്രതികാരമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സങ്കടമേ ഉള്ളൂ, പ്രതികാരമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. പിന്നെ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക്, എങ്ങനെയാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക്, എങ്ങനെയാണ് മുസ്ലിം സംഘടനകൾക്ക് മുസ്ലിമീങ്ങളോട് വെറുപ്പ് വരുന്നത്? എങ്ങനെയാണ് വിദ്വേഷം വരുന്നത്? എങ്ങനെയാണ് തമ്മിലടിക്കുന്നത്? എങ്ങനെയാണ് അവനെ കത്തിക്ക് കുത്തുന്നത്? എങ്ങനെയാണ് മദ്രസ പിടിച്ചെടുക്കുന്നത്? എങ്ങനെയാ പള്ളി പിടിച്ചെടുക്കുന്നത്? സലാമത്തുൽ ഖുലൂബ് ഉണ്ടെങ്കിൽ, മനസ്സ് ശുദ്ധമാണെങ്കിൽ അത് വരുമോ? ഞാനൊരിടത്ത് പോയി, ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ എന്താ പറഞ്ഞെന്നറിയോ? ഉസ്താദേ, ഈ പള്ളിയിലെ ഈ കാണുന്ന മദ്രസയുടെ മുകളിലത്തെ നിലയിൽ ഒരു ഗ്രൂപ്പ് മദ്രസ നടത്തണോ, താഴത്തെ നിലയിൽ മറ്റേ ഗ്രൂപ്പ് മദ്രസ നടത്തണം. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ലായിരിക്കും കേട്ടോ. നിങ്ങൾ ഒരുപാട്, ഞാൻ തെക്കെന്ന് വരുന്ന ആളായതുകൊണ്ട് എങ്ങനെയൊക്കെ പറയണത്. ഞങ്ങൾക്ക് ഇങ്ങനെ സംഘടനയുണ്ട്, സുന്നത്തെ ജമാഅത്തും ബിദഅത്ത് ജമാഅത്തും ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ ശരിയായ സുന്നത്തെ ജമാഅത്ത് പറയുന്ന ആളുകളാണ്, അതിൻ്റെ ഒറ്റാക്കളുവാ. പക്ഷെ ഈ വെറുപ്പ്, ഈ സങ്കുചിതത്വം, ഇത് ഉമ്മത്തിനെ എത്രമാത്രം തകർത്തിട്ടുണ്ട് എന്ന്, എത്രമാത്രം മനസ്സിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. ഒരു പള്ളി മുറ്റത്ത് 2 നിലയുള്ള ഒരു മദ്രസയിൽ ഒന്നിൽ ഒരു ഗ്രൂപ്പിൻ്റെ മദ്രസ, മറ്റൊന്നിൽ മറ്റൊരു ഗ്രൂപ്പിൻ്റെ മദ്രസ നടത്തുമ്പോൾ ആ വളരുന്ന തലമുറയ്ക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മഹനീയമായ വറ ഉള്ളവരാണോ, സൂക്ഷ്മതയുള്ളവരാണോ? അവർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഹുസ്നുൻ നിയ്യത്ത്, സദുദ്ദേശമുള്ളവരാണോ? അവർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ സലാമത്തുൽ ഖുലൂബ്, ആരോടും പകയില്ലാത്ത മനസ്സുള്ളവരാണോ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്താ സലാമത്തുൽ ഖുലൂബ്? ഖൽബുൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നാളെ പരലോകത്ത് അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ, ഒരു സമ്പത്തും ഒരു സന്താനവും 10 നയാ പൈസയ്ക്ക് ഉപകാരപ്പെടൂല. പിന്നെ ഉപകാരപ്പെടുന്ന എന്താ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരിശുദ്ധമായ പാപരഹിതമായ ഒരു ഹൃദയവുമായി അങ്ങോട്ട് ചെന്നവനല്ലാതെ. ഞാൻ പാർട്ടിയായിരുന്നു, ഞാൻ സംഘടനയായിരുന്നു, ഞാൻ ഉറൂസ് കമ്മിറ്റി ആയിരുന്നു, പള്ളി കമ്മിറ്റി ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഖൽബുൻ സലീമുണ്ടോ എന്നല്ലാതെ പണവോ പത്രാസോ ഒന്നും അല്ലാഹ് നോക്കൂല എന്ന് പറയുമ്പോൾ സലാമത്തുൽ ഖുലൂബ് വേണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് പകയില്ല, വെറുപ്പില്ല, ഗീബത്തില്ല, പരദൂഷണമില്ല, കളവ് പറയലില്ല, തമ്മിലടിയില്ല. തമ്മിലടിച്ചാലോ വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ. മുസ്ലിം സമുദായത്തിലെ 2 സംഘങ്ങൾ തമ്മിലടിച്ചാൽ എന്ത് ചെയ്യണം? അള്ളാഹ് പറയണ കേൾക്കണ്ടേ? എന്താ ചെയ്യണ്ടേ?
തമ്മിലടിച്ചാൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ നോക്കണം. ഇന്നിപ്പോ രഞ്ജിപ്പുണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹ് പറയാനാണ് തമ്മിലടിക്കൂല എന്ന് പറഞ്ഞില്ല. മുഅ്മിനീങ്ങൾ തമ്മിലടിച്ചെന്ന് വരും ചിലപ്പോ എന്ന് പറഞ്ഞാൽ അവർ ശരിയായെന്ന് വരും. ഒരു കൂട്ടർ മറ്റൊരുള്ളവരുടെ മേലെ മെക്കെട്ട് കയറിയതാണെങ്കിൽ ആ മെക്കെട്ട് കയറിയവർ, കുഴപ്പത്തിന് വിത്തിട്ടവർ, അവരിൽ തിരിച്ചു വരുന്നവരെ അവരോട് നിങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടാണെങ്കിലും നേരെ ചൊവ്വേ കൊണ്ടുവരണം. കുഴപ്പം ഉണ്ടാക്കിയവരാരായാലും അവരോട് യുദ്ധം ചെയ്തായാലും അവരെ റൂട്ടിൽ ട്രാക്കിൽ കൊണ്ടുവരണം. ഫൈൻ ഫാത്ത്, ആ കലാപകാരികൾ നേരെ വന്നാലോ തിരിച്ചു വന്നാലോ തെറ്റുതിരുത്തി വന്നാലോ ഫൈൻ ഫാത്ത് ഫാസ്ലിഹു ബൈനഹുമാ, പിന്നെ അവരുമായിട്ടും കൂട്ടായിക്കോണം. അസ്ലിഹു സുൽഹായി, പിന്നെ യാതൊരു പിണക്കവും ഇല്ല. വാഖ്സിതു, അവർക്ക് നീതി കൊടുക്കണം. ഇന്നലെ അവൻ മറ്റേ സംഘടനയായിരുന്നു എന്ന് പോലും പറയരുത്. വാഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നത് അതല്ലേ. ഇതാണ് ഔലിയാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, നിങ്ങൾ ഒരാളും മറ്റൊരാളെ പരിഹസിക്കുക പോലും ചെയ്യരുതേ. പരിഹസിക്കരുത്. മുസ്ലിമീങ്ങൾ തമ്മിൽ പരിഹസിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ വിലയില്ലാത്തവരായി അധപ്പതിക്കും. 32,000 പേര് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയി എന്ന് ഒരു ഡോക്യുമെന്ററി, ഒരു സിനിമ കേരളത്തിൽ ഇറക്കാൻ പച്ച കള്ളമാണെന്ന് അവർ തന്നെ സമ്മതിച്ച് 32,000 3ആയി അവർ തന്നെ തിരുത്തി. ചിലയിടത്ത് തിരുത്തിയില്ല. അവർ തന്നെ പറയുന്ന ഒരു കള്ളം നമ്മുടെ മുമ്പിൽ. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം നമ്മളാ. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം ആരാ? മുസ്ലിങ്ങളാ. അറിയാവോ? 28% ഉണ്ട്. അത് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് കർമ്മ ന്യൂസും മറുനാടൻ മലയാളിയൊക്കെ എന്നെ എടുത്തിട്ട് കശക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം. സത്യമാ, അത് ഞാൻ പറഞ്ഞല്ല, യുക്തിവാദി സംഘം പ്രസിദ്ധീകരിച്ച ഡാറ്റ അനുസരിച്ച് പറഞ്ഞതാണ്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, അതൊരു സത്യ. എന്നിട്ട് ഇത്രയും വലിയ ഭൂരിപക്ഷമുള്ള ഒരു സമുദായത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരുടെ നേരെ പച്ചക്കള്ളം പറയാൻ ഈ സമൂഹത്തിന് ധൈര്യമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ തമ്മിലടിച്ചോളുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. വല്ലാഹി വലാ തഫറഖൂ ഫതഫ്ശലൂ ഫതദ്ഹബ റീഹുക്കും, നിങ്ങൾ തമ്മിലടിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകുമെന്ന് അല്ലാഹല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ വലിയ ഗുണമാണ് ആരോടും പകയില്ല. സലാമത്തുൽ ഖുലൂബ് നമുക്കും അത് അല്ലാഹ് തരട്ടെ, നമുക്കും അത് പടച്ചോൻ തരട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തോളൂ. ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല. വനസീഹത്തുൽ മുസ്ലിമീൻ, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നന്മയെ ആഗ്രഹിക്കുക. അടുത്തത് അതാണ്, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നന്മ ആഗ്രഹിക്കുക. ഒരു മുസ്ലിമിനും ഒരു കേടും വരരുത്. മുസ്ലിമാണെന്ന് പറയാൻ പറ്റുന്ന മുസ്ലിമാണെന്ന് പറയാൻ പറ്റുന്ന ഒരാളെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യരുത്? അവരോട് നസീഹത്ത്. അദ്ദീനു അൻ നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹദീത്താണ്, പ്രസിദ്ധമായ ഹദീത്താ. ദീൻ എന്താ? നസീഹത്താ. നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണം കാക്ഷിക്കുക. ആലു അവർ ചോദിച്ചു, നബി ആരോടൊക്കെ ഗുണം കാക്ഷിക്കണം? ലില്ലാഹി, അള്ളാഹുവിനോട്, വലി റസൂലിഹി, അവന്റെ റസൂലിനോട്, വലിയ അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങൾ നേതാക്കന്മാരോട്, വലിയ ആമ്മത്തിഹിം, വലിയ കിതാബിഹി, അവന്റെ ഗ്രന്ഥത്തോട്, വലിയ ആമ്മത്തിഹിം, പൊതുജനങ്ങളോട്. ഈ 5 കൂട്ടരോടും ഗുണം കാക്ഷിക്കുന്നുവെങ്കിലല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദീനില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വേണ്ടേ നമുക്ക് ദീന്? ആ ദീനല്ലേ ഈ മലക്കുകൾ പറഞ്ഞപ്പോൾ അല്ല നല്ലവരുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ ഞാൻ നിലനിർത്തുമെന്ന് അല്ലാഹു തആല ഉറപ്പ് കൊടുത്തത് ഈ ദീൻ നമുക്കുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അതിനല്ലേ ഔലിയാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് മഹാന്മാരായ ആ ഔലിയാക്കന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വഴിയെ നമ്മൾ പോയാൽ നമുക്ക് കിട്ടുന്ന ഗുണമെന്താണെന്നറിയാമോ? ആ ഔലിയാക്കന്മാർ നമുക്ക് ഷഫാഅത്ത് ചെയ്യും. ഇപ്പോൾ മൗവൽ ഉറൂസിൽ, ബേക്കൽ ഉറൂസിൽ ഒക്കെ നമ്മൾ ഉറൂസുകളൊക്കെ നടത്തി. ആ മഹാന്മാരുടെ അപദാനങ്ങൾ നമ്മൾ ഉറക്കെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുക്റു മഹാസിനൽ മൗതാക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ നന്മകൾ നിങ്ങൾ പറയുക. റസൂലുള്ളാഹി, മരിച്ചുപോയവരുടെ നന്മകൾ നമ്മൾ പറയണം. അല്ലെങ്കിൽ മരിച്ചതോടുകൂടി ആ നന്മകൾ മുഴുവൻ പിന്നെ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു പോകില്ലേ? അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നല്ലവരുടെ നന്മകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നറിയാമോ? അവരുടെ ഷഫാഅത്ത് നമുക്ക് കിട്ടും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നവർക്ക്
നബിസങ്ങളുടെ ഷഫാഅത്ത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കം വല്ലതും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് ചൊല്ലുന്നവർക്ക് നബിതങ്ങളുടെ ഷഫാഅത്ത് കിട്ടും. ചുമ്മായല്ല ഷഫാഅത്ത് കിട്ടുന്നതാണോ? മന്ന അഖറബന്നാസി ഇലയ്യ യൗമൽ ഖിയാമ അക്തറുഹും അലയ്യ സലാ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്തറുന്ന നാളെ അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവൻ ആരായിരിക്കും എന്നറിയോ? ഈ ഭൂമിയിൽ വെച്ച് എനിക്ക് വേണ്ടി അധികം സലാത്ത് ചൊല്ലിയവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സലാത്ത് അധികം ചൊല്ലുക എന്നതുകൊണ്ടാണ് ഷഫാഅത്ത് കിട്ടുന്നത്. നബിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് കൊണ്ടാണെങ്കിൽ ഷഫാഅത്ത് നമ്മൾ ആരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അവരെ കുറിച്ച്, അവരുടെ നന്മകളെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ലേ? അല്ലേ? അങ്ങനെയാ. ആരുടെയൊക്കെയാ ഷഫാഅത്ത് കിട്ടുന്നത്? അല്ലാഹു തആല ഷഫാഅത്ത് കൊണ്ട് നാളെ പരലോകത്ത് അനുഗ്രഹിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീൻ യബ്ലുഗൂന മിഅതൻ. 100 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം ഒരു മയ്യിത്തിന് വേണ്ടി നിസ്കരിച്ചാൽ കുല്ലുഹും യശ്ഫഊന ലാ ഇല്ലാ ശുഫിഉ ഫീഹി, അവരെല്ലാവരും ഷഫാഅത്ത് ചെയ്താൽ ആ മയ്യിത്തിന് വേണ്ടി അള്ളാഹു അവരുടെ ശുപാർശ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി. അപ്പൊ ശുപാർശയുണ്ട് കേട്ടോ. ഔലിയാക്കന്മാരുടെയും ആരുടെയൊക്കെ ശുപാർശയുണ്ട്? സാധാരണ മുസ്ലിമീങ്ങളുടെ മയ്യിത്ത് നിസ്കാരത്തിലെ ശുപാർശ കൊണ്ട് പാപിയായ മുഅ്മിനിന് പൊറുക്കപ്പെടും. അപ്പൊ ശുപാർശ ചെയ്യാൻ നമ്മുടെ ശുപാർശ അള്ളാഹ് സ്വീകരിക്കും, ഇല്ലേ? ശുപാർശ നിഷേധിക്കാൻ പറ്റുമോ? ഈ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അപ്പൊ നമ്മൾക്ക് ശുപാർശ അധികാരമുണ്ട്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന മിൻ ഉമ്മത്തി മൻ യശ്ഫഉ ലിൽ ഫിആം. എന്റെ സമുദായത്തിൽ വലിയ സംഘങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നവരുണ്ട്. നോക്ക്, ഒരാൾക്കല്ല, വലിയ സംഘങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ അധികാരമുള്ളവർ എന്റെ സമുദായത്തിലുണ്ട്. അവരാരൊക്കെയാണെന്ന് പുറകെ പറയും. വമിൻ ഉമ്മൻ യശ്ഫഉ ലിൽ ഖബീല. ചില ആളുകൾക്ക് അല്ലാഹു തആല ഒരു ഗോത്രത്തിന് ശുപാർശ ചെയ്ത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിക്കാൻ അല്ലാഹു അവകാശം കൊടുക്കും. ശുപാർശയുണ്ട്. വമിൻ ഉമ്മൻ യശ്ഫഉ ലിർരജുലി ലിൽ അസബ. ചിലരുണ്ടവരിൽ ഒരു കുടുംബത്തിന് ശുപാർശ അനുവദിക്കും അല്ലാഹു തആല. ഇതിലേതിലെങ്കിലും നമ്മളൊന്ന് പെടണ്ടേ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ആരെയും, നമ്മൾ വല്ലവരുടെയും ശുപാർശ മാത്രം രക്ഷപ്പെടണം, നമുക്ക് ആരെയും ശുപാർശ ചെയ്യാൻ പറ്റില്ല എന്ന അധപ്പതനത്തിലേക്ക് എത്താതെ നമ്മൾ മറ്റുള്ളവരെ ശുപാർശ ചെയ്യാൻ യോഗ്യരാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒമിൻഹും, അവരിൽ ചിലരുണ്ട്, മൻ യശ്ഫഉ ലിർരജുലി, ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എങ്കിലും വേണ്ടില്ല, ഒരാൾക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുള്ള അവകാശം അല്ലാഹു കൊടുത്തല്ലോ. അത്രയെങ്കിലും അംഗീകാരം ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച ഹത്താ യദ്ഖുലുൽ ജന്ന. ശുപാർശ ചെയ്താലുള്ള ഗുണം എന്താ? ആർക്ക് വേണ്ടി ശുപാർശ ചെയ്തോ അവരെ അവൻ സ്വർഗത്തിലെത്തിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിലെത്തിക്കാൻ പറ്റുന്ന ശുപാർശാധികാരമുള്ളവരാണ് ഈ മുമ്പിലിരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ശുപാർശയ്ക്ക് അധികാരമില്ലേ? ഔലിയാക്കന്മാർ വേണ്ടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാ. ആരാ? ചില്ലറക്കാരനാണോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? അദ്ദേഹം പറഞ്ഞു, യുശ്ഫഉ യൗമൽ ഖിയാമ സലാസത്തുൻ. 3 കൂട്ടം ആളുകൾ അന്ത്യനാളിൽ ശുപാർശാധികാരമുള്ളവരാണ്. അൽ അംബിയ, ഒന്നാരാ? നബിമാർ. രണ്ടാമത്തേത് സുമ്മൽ ഉലമാ, ആലിമീങ്ങൾ ശുപാർശ ചെയ്യും. അള്ളാഹുവിന്റെ ഉലമാക്കൾ, പടച്ചവനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളെയും ഉമ്മത്തിനെയും ഒന്നായി കണ്ട ആലിമീങ്ങൾ, ഭിന്നിപ്പിച്ചവരല്ലോ, ഒന്നായി കണ്ട നല്ല ഉലമാക്കൾ, അവരും ശുപാർശ ചെയ്യും. സുമ്മ ശുഹദാ, രക്തസാക്ഷികളും ശുപാർശ ചെയ്യും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യശ്ഫഉ ഷഹീദു ഫീ 70 മിൻ അഹ്ലി ബൈത്തി. ഒരു രക്തസാക്ഷി അവന്റെ വീട്ടിലുള്ള 70 പേരെ, അവന്റെ കുടുംബത്തിലുള്ള 70 പേരെ ശുപാർശ ചെയ്ത് കയറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കിക്കേ, എന്താണ് ഈ പറയുന്നത്? നമ്മൾ ഓരോരുത്തരും ഒരു രക്തസാക്ഷിയായി മാറിയാൽ അവൻ 70 പേരെ ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാമെങ്കിൽ, പല ഗോത്രങ്ങളെ ശുപാർശ ചെയ്യുന്നവർ ഈ സമുദായത്തിലുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നമ്മളെ ശുപാർശ ചെയ്യും. അതുകൊണ്ട് ആ മഹാന്മാരുടെ നന്മകൾ നമ്മൾ പറയുക തന്നെ വേണം. ചിലർക്കത് ദുഹിക്കൂല, ചിലർക്കത് സുഖിക്കൂല. ചിലർ പറയും ഔലിയാക്കന്മാരെയൊക്കെ പറയുന്നത് ഷിർക്കാണെന്നൊക്കെ പറയും. ഔലിയാക്കന്മാരെ പറയുന്നതെല്ലാം ഷിർക്കല്ല. ഔലിയാക്കന്മാരെ പറയേണ്ടാത്തത് പറയുകയും വേണ്ടാത്തടത്ത് വെക്കുകയും ചെയ്യുമ്പോഴേ ഷിർക്കാവുള്ളൂ.
അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളതുമല്ല. അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാരെ കൈകാര്യം ചെയ്യേണ്ട രീതി മഹാന്മാർ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ വന്ന് ദുആ ചെയ്യേണ്ട പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഔസിൽ മിഥല സവാബി മാ ഖറഅനാഹു. തുടക്കകാലം മുതൽ നൂറ്റാണ്ടുകളായി മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുവേ, ഞാനോദിയ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, അതിൻ്റെ വസീല കൊണ്ട് ഈ മഹാനിലേക്ക് അതിൻ്റെ പുണ്യം നീ എത്തിച്ചു കൊടുക്കണേ. എന്നിട്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തണേ എന്നാണ് നമ്മളെ മഹാന്മാർ പഠിപ്പിച്ച ദുആ. മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ നമ്മളെ ഒരു അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കേരളത്തിലെ അഹ്ലുസുന്നത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തങ്ങന്മാരെ, പാണക്കാട്ടെ തങ്ങന്മാരെ, കാന്തപുരം AP ഉസ്താദിനെ, ഉള്ളാൾ തങ്ങളെ ഒരിക്കലും അവർ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അവർ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. 100 കണക്കിന് സമ്മേളനങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ള ദുആയുണ്ട്. അല്ലാഹുമ്മ ഔസിൽ മിഥല സവാബി മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ കരീം ഇലാ ഹളറത്തിൻ നബിയിൽ അമീൻ വഇലാ ഔലിയാഇൽ കിറാം വബിഹഖിഹിം വബിജാഹിഹിം എന്ന് പറഞ്ഞ് അവർ നമ്മെ പഠിപ്പിച്ച ദുആക്കൾ മഹാന്മാരെ വസീലയാക്കി പ്രാർത്ഥിക്കാനാണ്, മഹാന്മാരോട് പ്രാർത്ഥിക്കാനല്ല. അവർ നമ്മളെ പഠിപ്പിച്ചതാ. ഞാൻ ഒരുപാട് നോക്കി, ഇവരാരെങ്കിലും മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ടോന്ന് എങ്ങും കണ്ടിട്ടില്ല. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ ശരിയായ പാത. ആ നിലയിൽ നമ്മൾ ആ മഹാന്മാരെ പ്രകീർത്തിക്കുകയും അവരുടെ നല്ല വർത്തമാനങ്ങൾ നമ്മൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നല്ലത് പറയുമ്പോഴാ ശുപാർശ. എങ്ങനെയാണ് ശുപാർശ കിട്ടുക? നമ്മൾ ഈ മഹാനെ അറിയുന്നില്ല, അവർ ചെയ്ത നന്മകൾ പറയുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ ശുപാർശ ചെയ്യുന്നു. ശുപാർശ എങ്ങനെയാ? നേരത്തെ പറഞ്ഞു, കുടുംബത്തിൽപ്പെട്ടവരെ ശുപാർശ ചെയ്യും. അപ്പൊ അറിയുന്നവരെ ശുപാർശ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരെങ്കിലും ശുപാർശയ്ക്ക് വരുമോ? എങ്ങനെയാ? നമ്മളെ ആരെയും ഒരു വിധത്തിൽ അറിയില്ല. അറിയിക്കാനുള്ള വഴി എന്താ? അവർക്ക് വേണ്ടി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക, അവരുടെ സവിധങ്ങളിൽ നമ്മൾ സിയാറത്തിന് ചെല്ലുക, എന്നിട്ട് ആ മഹാന്മാര് നമ്മളെ പരിചയപ്പെടുത്തുക. നമ്മളെ പരിചയപ്പെടുത്തണം. അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരും നമ്മളുമായി ബന്ധം സ്ഥാപിച്ചെങ്കിലേ അവരുടെ ശുപാർശയിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ശുപാർശ സത്യമാണ്, സംശയമില്ല. പക്ഷെ ശുപാർശയ്ക്ക് അവരെ നാം പരിചയപ്പെടണം, അവരുടെ മുമ്പിൽ നാം പരിചയപ്പെടുത്തണം, അവരുടെ മദ്ഹുകൾ നമ്മൾ പറയണം. അതുകൊണ്ടാണ് മഹാന്മാരെല്ലാം മദ്ഹുകൾ പറഞ്ഞത്. നിങ്ങൾക്കറിയുമോ, മഹാനായ ഇമാം ബൂസിരി റഹിമഹുല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, മഹത്തായ പ്രകീർത്തന കാവ്യം കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഇമാം ബൂസിരി റഹിമഹുല്ലാഹ്, ആ മഹാനുഭാവൻ എന്തെല്ലാം റസൂലിനെ കുറിച്ച് പാടി, ഷഫാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അദ്ദേഹം റസൂലിനെ സംബന്ധിച്ച് ധാരാളം പാടി. ലലംദു സുന്നതമൻ അഹ്യല്ലലാമ ഇലാ അനിഷ്തഖത് ഖദമ അങ്ങനെയൊക്കെ പാടിയിട്ട് ലാസ്റ്റ് നബിയെ അങ്ങയുടെ ശുപാർശ വേണം ഞങ്ങൾക്ക് എന്ന് പറയുക. മഹാന്മാരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടാ ശുപാർശ ചോദിക്കണ്ടേ. അവരുമായിട്ടൊന്നും പറയാതെ അവർ നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടാനാ? അങ്ങനെ നീരുവിങ്ങി തൃപ്പദങ്ങൾ സങ്കടമുണർത്തിയാലും രാത്രി നമസ്കാരങ്ങളാൽ നിശാന്ധകാരം അഭിദീപ്തമാക്കിയോരൻ നബിയുടെ സുന്നത്തുകൾ അവഗണിക്കയാൽ ചെയ്തേൻ പാരം നികാരം. വലംതു സുന്നത്തമൻ, രാത്രി നമസ്കാരങ്ങൾ കൊണ്ട് പാതിരാവുകൾ അഭിദീപ്തമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അവഗണിച്ച ഞാൻ ആ പുണ്യ റസൂലിനോട് ദ്രോഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ധാരാളം പാടി പാടി കണക്കും കയ്യുമില്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ദാത്തിലേക്ക് നന്മയായിട്ടുള്ളതെല്ലാം നിങ്ങൾ ചേർത്ത് പറഞ്ഞോളൂ. പക്ഷേ നസാറാക്കൾ അവരുടെ നബിയുടെ മേൽ വെച്ച് കെട്ടരുത് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടോ ദൈവപുത്രനായിട്ടോ നിങ്ങൾ നബിയെ കാണരുത് എന്ന് കൃത്യമായി പാടേണ്ടത് മുഴുവൻ പാടി പറയേണ്ടത് മുഴുവൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞത് എന്തിനാ? വലം ഉരിദ് സഹറത ദുനിയല്ലതി ഖതദഫത് യദാ സുഹൈരിൻ ബിമാ അത്നാ അലാ ഹറമി. സുഹൈറിന്റെ സ്തുതിഗീതം സുൽത്താനിൽ നിന്നാർജിച്ചതാ മിഹലോക പദവിയും ധനവുമൊന്നും മധുരമി മദഹിനാൽ അഭിലഷിപ്പില ഞാനൻ ഹൃദയത്തിൻ പ്രഭയായ നബിയിൽ നിന്നും. സുഹൈർ ചക്രവർത്തിമാരെ പ്രീണിപ്പിച്ച് കൊട്ടാരം കവിയായിരുന്ന സുഹൈർ
പലതും പാടി പറഞ്ഞുകൊണ്ട് ചക്രവർത്തിമാരിൽ നിന്ന് പലതും നേടി. പക്ഷേ ഇഹലോക പദവിയും ധനവുമൊന്നും മധുരമീ മധുരഹിനാൽ ഞാൻ അഭിലഷിക്കുന്നില്ല. ഹൃദയത്തിൻ്റെ പ്രഭയായ നബിയിൽ നിന്ന് എൻ്റെ നബിയെ ഞാൻ പ്രകീർത്തിക്കുന്നതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദുനിയാവിൻ്റെ ഒന്നുമല്ല. എന്താ പ്രതീക്ഷിക്കുന്നത്? ഷഫാഅത്താണ്. യാ അക്റമൽ ഖൽഖി മാലുലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. അവിനിയും വാനുമൊന്നായി ചേർന്നുരുകും ഖിയാമത്തിൽ അവിടുന്നൊഴികെ നിസ്സംശയം സദയം. സൃഷ്ടികളിൽ അദ്വിതീയ ശ്രേഷ്ഠനാമൻ പ്രിയ നബി, മറ്റൊരാളുമില്ല നൽകാൻ എനിക്ക് ഭയം. കണ്ടോ, നബിയെ ഞാൻ ഈ മദ്ഹ് പാടുന്ന എന്തിനെന്നറിയോ? നാളെ അങ്ങൊരഭയം നൽകാൻ, ഷഫാഅത്തിന്റെ അഭയം നൽകാൻ അങ്ങല്ലാതെ ആരുമില്ല. വലൻ യളിഖ റസൂലല്ലാഹി ജാഹുക ബി ഇതിൽ കരീമു തഹല്ല ബിസ്മി മുന്തഖിമി. പ്രതികാര ശുഭിതനായി പ്രകമ്പനമേകും അന്ത്യവിധി നാളിൽ നാഥൻ വെളിപ്പെടും സമയം. എനിക്കവലംബമേകിൽ കുറഞ്ഞിടില്ല വിടുത്തെ കനുവിൽ നിന്നണുവിട പോലും നിശ്ചയം. നബിയെ, അങ്ങ് എനിക്ക് ശുപാർശ തരണം. ഇത് തന്നെയാണ് മദ്ഹ് പാടിയവർക്കുള്ളക്കാൻ പറയാനുള്ളതെങ്കിൽ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മദ്ഹുകൾ, അപദാനങ്ങൾ, അവരുടെ നന്മകൾ നമ്മൾ എടുത്തു പറയുന്നതിലൂടെ അവർ നാളെ നമുക്ക് ഷഫാഅത്ത് നൽകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. വഅദൻ ലിസുഹബി സലാത്തിൻ മിൻക ദായിമത്തിൻ അലൻ നബിയ്യി ബിമുൻ ഹല്ലിം വമുൻസജിമി. നിതാന്തമൻ രക്ഷിതാവേ, നികരറ്റ നിൻ കൃപതൻ നിറവാം അമൃതവഹാമേഘനിവാഹം. ഇപ്രപഞ്ചപ്പൊരുളാമൻ നബിതൻ മേൽ ചൊരിയണേ മപ്രമേയമാകുമന അനുഗ്രഹമന്വാഹം. വൽ ആലി വസ്സഹബി ثم التابعين لهم أهل التقى والنقى والحلم والكرم. അമലമാം അവിടുത്തെ പ്രിയ കുടുംബത്തിന്മേലും അമരരാമ സഹാബി സത്തമരിയിലും എത്രയും പ്രശസ്തരവർ സഹിഷ്ണുതയിലും മനഃശക്തിയിലും ഭക്തിയിലും ഔദാര്യത്തിലും. മാറന്നഹത്ത് അദബാ തിൽബാനി റീഹു സബാ വഅത്റബൽ ഈസഹ ദിൽ ഈസി ബിന്നിഗമി. ചേണിയിലും ബാന്തരുക്കൾ പൂർവദേശ പൂന്തന്നലിൽ ചേർന്നുലഞ്ഞാടിടുവോളം ആത്തസൗരഭം. സാർത്ഥവാഹരൊട്ടകത്തെ പാടിപ്പാടി രസിപ്പിച്ച് യാത്ര ചെയ്യുവോളം ഹർഷ പുളകിതാഭം. അനുക്ഷണം ചൊരിയുക എല്ലാരിലും സുദർലഭം നിന്നനുഗ്രഹം അസന്നിഭം സുശോഭം ശുഭം. മലയാളത്തിൻ്റെ മഹാകവിയായിരുന്ന AK ഹമീദ് സാഹിബ് പരിശുദ്ധമായ ലോകോത്തര കവിത ബുർദത്തു ഷരീഫിന് മലയാളത്തിൽ മനോഹരമായി പരിഭാഷ ചെയ്തു വെച്ചതിൻ്റെ ഏതാനും ചില വരികളാണ് നമ്മൾ പാടിയത്. അദ്ദേഹം പറയുന്നതെല്ലാം കഴിഞ്ഞതിന് ശേഷം നബിയെ, അങ്ങയുടെ ശുപാർശ അത് മാത്രമാണ് ഈ പറയലിലൂടെ, ഈ പാടലിലൂടെ എൻ്റെ പ്രതീക്ഷ. അള്ളാഹുവിൻ്റെ റസൂലിനെ കീർത്തിച്ചുകൊണ്ട് മദ്ഹ് പാടിക്കൊണ്ട് പുണ്യ റസൂലിൻ്റെ ശുപാർശ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തമ സമൂഹം എന്ന നിലയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ നന്മകൾ, ഉള്ള നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ സിയാറത്ത് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്തുകൊണ്ട് അവരെ വസീലയാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ശുപാർശയാണ്. പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആ മഹത്തായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇത്രയും നേരം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്ന എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹപുരസ്സരം, സന്തോഷപുരസ്സരം ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വസ്മഹ് ലനാ മാ മളാ യാ വാസിഅൽ കറമി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഷെയ്ഖ് കുഞ്ഞ് മുഹമ്മദ് വലിയുല്ലാഹി റഹ്മത്തുള്ളാഹിയുടെ മഹത്തായ ഓർമ്മയുടെ നിറവിൽ നമ്മുടെ പരിശുദ്ധമായ ഉറൂസ് മുബാറക്ക്, അതിനോടനുബന്ധിച്ച് ചടങ്ങുകൾ അരങ്ങേറുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ആ മഹാന്മാർ ഈ പദവിയിൽ എത്തിച്ചേർന്ന വഴികൾ ഓർമ്മയിലിരിക്കട്ടെ.
മറന്നു പോകാതിരിക്കട്ടെ. അവർ ഉയർത്തിപ്പിടിച്ച മഹിതമായ മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവരെ അവരാക്കി മാറ്റിയത്. നാളെ നമ്മളെ നാമാക്കി മാറ്റേണ്ടതും എന്ന കാര്യം മറക്കരുത്. അവരുടെ കാരുണ്യം, അവരുടെ സ്നേഹം, അവരുടെ വെറുപ്പില്ലാത്ത, ആരോടും പകയില്ലാത്ത മനസ്സ്, എല്ലാവർക്കും ഗുണം കാക്ഷിക്കുന്ന മനസ്സ്, വിള്ളലെന്തെന്നറിയാത്ത, വെറുപ്പെന്തെന്നറിയാത്ത, ഭിന്നത എന്തെന്നറിയാത്ത, ഗ്രൂപ്പ് വൈര്യങ്ങൾ എന്തെന്നറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയവരായിരുന്നു നമ്മുടെ ഈ മഹാരഥന്മാരെല്ലാം എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുഴുവൻ മനസ്സിൽ എന്നെന്നും പച്ചപിടിച്ച് നിൽക്കുമാറാകട്ടെ. അങ്ങനെ വല്ല വിധേനയും നാം എല്ലാം വല്ല വിധത്തിലുള്ള ഭിന്നതകൾക്കോ ഭിന്നിപ്പുകൾക്കോ ഒക്കെ വിധേയരായി പോയിട്ടുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ നമ്മുടെ നേതാക്കന്മാർക്ക് അവർ ചെയ്യുന്ന സേവനങ്ങളെല്ലാം വിലമതിച്ചുകൊണ്ട്, നമ്മുടെ സംഘടനകൾക്ക് അവർ ചെയ്യുന്ന എല്ലാ വിലപ്പെട്ട സേവനങ്ങളെയും വിലമതിച്ചുകൊണ്ട് തന്നെ, പക്ഷേ സംഘടനാ സങ്കുചിതത്വത്തിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് ഈ സമൂഹത്തെ നയിക്കാൻ പടച്ചതമ്പുരാൻ നമ്മുടെ നേതാക്കൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മുടെ പണ്ഡിതന്മാർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ ഈ വിനീതൻ വന്നു എന്നതുകൊണ്ട് എൻ്റെ ഒരു ദൗത്യം എന്നുള്ള നിലയിൽ പറയുകയാണ്. അനുസരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അനുസരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരു തരത്തിലുള്ള വിള്ളലുകൾക്കും ഈ മൗവൽ പ്രദേശം വിധേയമാകാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവാണ് ഒന്നാമത്, അള്ളാഹുവിൻ്റെ റസൂലാണ് ഒന്നാമത്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഒന്നാമത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബയാണ് ഒന്നാമത്, നമ്മുടെ സംഘടനകളെല്ലാം അതിൻ്റെ താഴെ മാത്രം വരുന്നതാണ് എന്ന ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് ഉൾക്കൊള്ളാനാകുമെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ നാട് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് മാറും. കേരളത്തിൽ നമുക്കെതിരിൽ എന്തും പറയാമെന്നുള്ള 30,000 പേരെ കൊണ്ടുപോയെന്നടക്കമുള്ള കള്ളം നമ്മുടെ മുകളിൽ വെച്ച് കെട്ടിയാലും ഇവിടെ ആരും ഒന്നും പറയില്ല, പ്രതികരിക്കില്ലെന്നുള്ള തൻ്റെ ഇടത്തോടുകൂടി എത്രയോ നാളുകളായി നമുക്കെതിരിൽ വാരി ചൊരിയുന്ന കള്ളത്തിൻ്റെ പേമാരികൾ ഇല്ലേ, കളവിൻ്റെ പേമാരികൾ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ തുപ്പലി ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട്, വേറെ എന്തൊക്കെയോ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഹലാൽ ഹറാം, നമ്മൾ എന്ത് ചെയ്തു ഇത് സമൂഹത്തോട്? ഒന്നും ചെയ്തിട്ടല്ല. നമ്മൾ ഒന്നിക്കില്ല. നമ്മൾ ഒന്നിച്ചിടത്തൊക്കെ നമ്മൾ വിജയിച്ചില്ലേ? NRCയിൽ വിജയിച്ചില്ലേ? NRCയിൽ ഇപ്പോൾ ഏതായാലും അവരതൊന്ന് ഫ്രീസറിൽ വെക്കേണ്ടി വന്നില്ലേ? നമ്മൾ ഒന്നിച്ചു. അക്കാര്യത്തിൽ നമുക്ക് ഒന്നിക്കണമായിരുന്നു. നമ്മൾ പണ്ട് ശരീഅത്തിൻ്റെ കാര്യത്തിൽ EMSൻ്റെ കാലത്ത് ഒന്നിച്ചു ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മൾ വിജയിച്ചില്ലേ? എന്താ വിജയിച്ചേ? അന്ന് നമ്മൾ ഇന്ത്യയിലെ മുഴുവൻ ഉലമാക്കളും ഒന്നിച്ചു നിന്നു. അന്ന് നമ്മൾ വിജയിച്ചു. ഇന്നോ ശരീഅത്തിനെതിരിൽ ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ദീനിനെതിരിൽ ആരെന്ത് കുരച്ചാലും വേണ്ടില്ല, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്കാകെ പ്രശ്നം നമ്മുടെ സംഘടന മാത്രമാണ്, നമ്മുടെ രാഷ്ട്രീയം മാത്രമാണ് എന്ന് നമ്മൾ കരുതിയപ്പോൾ നമ്മുടെ ഒന്നിപ്പില്ലെന്നവർ ഉറപ്പാക്കുമ്പോഴാണ് നമുക്കെതിരിൽ നുണ പറയാൻ അവർക്ക് ധൈര്യമുണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നിക്കുന്നതിൽ മാത്രമാണ് നമ്മുടെ ശക്തി, നമ്മുടെ വിജയം. ഒന്നിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം, ദീനിന് വേണ്ടിയാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ.